അപ്പോൾ അന്ന് ഞാൻ അവിടെ പ്രസിഡൻ്റായിരുന്നു. ഇവരുടെ ആ കാര്യങ്ങൾക്കെല്ലാം എല്ലാ പ്രശ്നങ്ങളും തീർക്കുന്നത് ഞാനായിരുന്നു. ഞാനവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവർ ആലുവ മണപ്പുറത്ത് കണ്ട പരിചയമില്ല. ബിക്കോസ് തൊലി ബ്രൗൺ അല്ലേ, എന്ത് പറഞ്ഞാലും. അപ്പോൾ നമ്മൾ ഓരോ $1 million പ്രോഫിറ്റിന് ഈ കടലാസ് കഷ്ണങ്ങൾ അവർക്ക് വിറ്റു. അപ്പം എൻ്റെ ഒറിജിനൽ ഓണേഴ്സിന് രുചി പറ്റി. അപ്പോൾ ഞങ്ങൾ 5-6 കപ്പലിൻ്റെ ഓപ്ഷൻ എടുത്തു. അത് ഓരോ $1 million വിറ്റു. അവിടുന്ന് പെട്ടെന്ന് 12 കപ്പലിൻ്റെ ഓർഡറായി. അപ്പോൾ ദാറ്റ് എസ്റ്റാബ്ലിഷ് മീ ആസ് എ ഷിപ്പ് ഡിസൈനർ. ഒരു സൈഡിൽ കൊണ്ട് അയാളൊരു ലെജൻഡാണ്. പിന്നെ മറ്റുള്ളവരൊക്കെ അയാൾ അടുത്ത് പോയി സംസാരിക്കാൻ പോലെ പേടിയാണ് അവർക്ക്. അത്രയും വലിയൊരു മനുഷ്യനാണ്. 19.88 മില്യന് 2 കപ്പൽ ഓർഡർ ചെയ്തു. 22 മില്യൺ അവർ പറഞ്ഞത്. 88 എന്ന് പറയുന്നത് ജാപ്പനീസിന് ഡബിൾ ഹാപ്പിനെസ് ആണ്, ഡബിൾ ലക്കാണ്. ദ പേഴ്സൺ ഹൂ പ്രസൻറ്റഡ് ദ ഷിപ്പ് യാർഡ് ടു മീ വാസ് മധു നായർ. ആൻഡ് ഹീ ന്യൂ എക്സാക്ട്ലി വാട്ട് ആർ ദ പ്രോബ്ലംസ് ഓഫ് ദ ഷിപ്പ് യാർഡ്. ഞാൻ കണ്ടുപിടിച്ചതല്ല, മധു നായർ കണ്ടുപിടിച്ച് എന്നോട് പറഞ്ഞതാണ്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും പറയുന്നത് നോളജ് ബേസ്ഡ് ഇൻഡസ്ട്രിയാണ് കേരളത്തിന് ഏറ്റവും നല്ലത്. അത് കഴിഞ്ഞാൽ പ്രിസിഷൻ എൻജിനീയറിങ്, പ്രിസിഷൻ ഇൻഡസ്ട്രിയിലേക്ക് പോവുക. ചൈന നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല, ഒരു രാജ്യത്തിന് റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. അവിടെ 2-3 സംഗതികളാണ്. സി, വി ഹാവ് ലോട്ട് ഓഫ് എഡ്യൂക്കേറ്റഡ് ബ്രെയിനി പീപ്പിൾ. വി ഹാവ് ടു ക്രിയേറ്റ് എ ജോബ്. അവർക്കാണ് ഒരു ജോബ് മാർക്കറ്റ് ഉണ്ടാക്കുന്നത്. ആലുവയിൽ നിന്ന് തുടങ്ങി ലോകം മുഴുവൻ അറിയുന്ന കപ്പൽ ഡിസൈനറായി മാറിയ ഒരാളുണ്ട്. കപ്പലുകളുടെ രാജകുമാരൻ എന്ന് വിളിപ്പേരുള്ള ആന്റണി പ്രിൻസ്. GTR ക്യാമ്പൽ എന്ന ആഗോള ബ്രാൻഡിന്റെ അമരക്കാരനായി മാറിയ ഏക മലയാളി അദ്ദേഹമാണ് ഇന്ന് നമുക്കൊപ്പമുള്ളത്. കൊച്ചിയിലെ സ്മാർട്ട്സ് എഞ്ചിനീയറിംഗ് ആൻഡ് ഡിസൈൻ സൊല്യൂഷൻസ് എന്ന സ്ഥാപനത്തിന്റെ ഉടമ കൂടിയാണ് അദ്ദേഹം. കപ്പലുകളുടെ രാജകുമാരൻ എന്നാണ് സാറിനെ എല്ലാവരും വിളിക്കുന്നത്, അല്ലേ? എന്താണ് ആ ഒരു യാത്രയെക്കുറിച്ച് എന്ന് പറയാമോ? പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എറണാകുളം മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിൽ 1960 ഒരു സ്പീച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് അങ്ങേര് പറഞ്ഞത്, നമ്മൾക്ക് സ്വാതന്ത്ര്യം കിട്ടി, നമ്മുടെ രാജ്യം ഇനി നമ്മൾ ബിൽഡ് ചെയ്യണം, അതിന് എൻജിനീയേഴ്സിന് ആവശ്യമാണ്, അതുകൊണ്ട് ചെറുപ്പക്കാർ എൻജിനീയേഴ്സ് ആവണം. അങ്ങനെ ഉള്ള ഒരു ടോക്ക് കേട്ടിട്ടാണ് ഞാനൊരു എൻജിനീയർ ആവാൻ തീരുമാനിച്ചത്. മറ്റു പല കാരണങ്ങളും ഉണ്ടായിരുന്നു. എനിക്ക് മെക്കാനിക്കലായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, എൻ്റെ ഫാദറിന് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ആഡഡ് ടു ദി ലൈക്കിംഗ് ടുവേർഡ്സ് എൻജിനീയറിങ്. പക്ഷേ ഇന്ത്യ ഇൻഡസ്ട്രിയൽ പോളിസി തുടങ്ങിയതിന് ശേഷം നമ്മൾ ഒരു ഫാമിൻ ഫേസ് ചെയ്തു, ഫുഡ് ഷോർട്ടേജ് വന്നു. അപ്പോൾ നമ്മൾ ഈ ഇൻഡസ്ട്രിയൽ പോളിസി എല്ലാം സസ്പെൻഡ് ചെയ്തിട്ട് അഗ്രികൾച്ചർ പോളിസിയായിട്ട് മാറി, അഗ്രികൾച്ചറിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ നമ്മൾ വിചാരിച്ച മാതിരി എൻജിനീയേഴ്സിന് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നില്ല ഞങ്ങൾ പാസ്സായി വരുന്ന സമയത്ത്. എൻ്റെ ഓർമ്മയിൽ 60,000 എൻജിനീയേഴ്സിന് അൺഎംപ്ലോയിഡ് ആയിരുന്നു അന്ന് 1968. അപ്പോൾ എങ്ങനെയായാലും ഒരു ജോലി മേടിക്കാതെ നിവൃത്തിയില്ല എന്നുള്ളത് നന്നായിട്ട് അറിയാമായിരുന്നു. എൻ്റെ ഫൈനൽ ഇയർ 66, 67, 68 കൊല്ലങ്ങളിൽ ഞാൻ ജോലിയെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു എന്താണെന്നുള്ളത്. അപ്പോൾ അതനുസരിച്ച് ഞങ്ങൾക്ക് ഓൾ ഇന്ത്യ ഇൻഡസ്ട്രിയൽ ടൂറുണ്ട്. ആ ടൈമിൽ മാസഗോൺ ഡോക്കും ഗാർഡൻ റീച്ച് ഷിപ്പ് യാർഡും എല്ലാം ഞാൻ വിസിറ്റ് ചെയ്തു. പഠനത്തിൻ്റെ ഭാഗമായിട്ട്. അതെ, അത് ഞങ്ങൾ സ്റ്റഡി ടൂർ എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള കുറച്ച് ഇൻഡസ്ട്രീസ് ഉണ്ടായിരുന്നു. ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി, പിന്നെ പാക്കേജിങ് ഇൻഡസ്ട്രി, പിന്നെ ഷിപ്പിംഗ് ഇൻഡസ്ട്രി. അപ്പോൾ ഷിപ്പിങ്ങിൽ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. 1 കൊല്ലം ട്രെയിനിങ് എടുത്താൽ നമ്മുടെ ഡിഗ്രി റെക്കഗ്നൈസ്ഡ് ആണ്. DG ഷിപ്പിംഗ്, ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് ആണെങ്കിൽ കപ്പലിൽ പോകാനായിട്ട് ചാൻസ് ഉണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ ഞാൻ DG ഷിപ്പിങ്ങിനെ എൻ്റെ ട്രസ്റ്റ് വഴിക്ക് ഇൻവൈറ്റ് ചെയ്ത് എൻ്റെ കോളേജും ഡിഗ്രി എല്ലാം റെക്കഗ്നൈസ് ചെയ്യിപ്പിച്ചു. അത് കഴിഞ്ഞ് പല ഷിപ്പിംഗ് കമ്പനിയിലേക്കും ജോലിക്ക് അപേക്ഷിച്ചു. അങ്ങനെ രത്നാകർ ഷിപ്പിംഗ് എന്ന് പറഞ്ഞ കമ്പനിയാണ് ആദ്യം എന്നെ ഓഫർ ചെയ്തത് ട്രെയിനി എഞ്ചിനീയറായിട്ട്. അതേസമയം തന്നെ ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയെ ഇൻവൈറ്റ് ചെയ്തു. അങ്ങനെ എനിക്ക് ജോലി കിട്ടി. കൽക്കട്ടയിൽ ഗാർഡൻ റീച്ച് ഷിപ്പ് യാർഡിൽ 1 കൊല്ലത്തെ ട്രെയിനിങ് തുടങ്ങി. അവിടെ നിന്ന് ഒരു 7 മാസം കഴിഞ്ഞപ്പോൾ എന്നെ അവർ കപ്പലിലേക്ക് വിട്ടു, കപ്പലിലെ ട്രെയിനി എഞ്ചിനീയറായിട്ട്. പക്ഷെ ഞാൻ ക്രിറ്റിക്കലായിട്ട് ചിന്തിക്കാൻ തുടങ്ങി, ഈ ഷിപ്പ് ഒരു ഓപ്പറേറ്ററിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ നിന്ന് കുറേയും കൂടി ബെറ്ററായിട്ട് ഡിസൈൻ ചെയ്യാം,
കുറേം കൂടി ബെറ്ററായിട്ട് അറേഞ്ച് ചെയ്യാം. ഈ ഷിപ്പ് ഡിസൈൻ ചെയ്ത ആൾ ഒരു ഓപ്പറേറ്റർ അല്ല, അതിൻ്റെ ഗ്യാപ്പ് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കണ്ണുകൾ പിന്നെ കാണുന്നത് മുഴുവൻ ഹൗ ക്യാൻ ഐ ഡു ഇറ്റ് ഡിഫറെൻറ്റ്, ഹൗ ക്യാൻ ഐ ഡു ഇറ്റ് ബെറ്റർ, ഹൗ ക്യാൻ ഐ ഡു ഇറ്റ് ചീപ്പർ, ഹൗ ക്യാൻ ഐ ഡു ഇറ്റ് സേഫർ, അങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഞാൻ തന്നെ ഫോം ചെയ്തു എൻ്റെ മനസ്സിൽ. സോ ഐ സ്റ്റാർട്ടഡ് ലുക്കിംഗ് അറ്റ് തിങ്സ്. ദെൻ ഐ ഫൗണ്ട് ഔട്ട് ദാറ്റ് ദർ ഇസ് പ്ലെൻറ്റി ഓഫ് റൂം ടു ചേഞ്ച്. Because actually the user, the operator is the one who needs the best equipment and best layout and best controls and everything. He is not getting the best. So my thinking have started and took my അങ്ങനെ ഞാൻ ജോലി ചെയ്യുന്ന സമയത്തെല്ലാം ഞാൻ ഇന്നലെ കുട്ടികളോട് പറഞ്ഞ മാതിരി എൻ്റെ ഒരു ഹയർ റാങ്കിലെ ആൾ എന്ത് ജോലി ചെയ്യുന്നോ ആ ജോലിയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു 5th എഞ്ചിനീയർ ആയിരുന്നപ്പോൾ ഒരു 4th എഞ്ചിനീയറിൻ്റെ ജോലി ഞാൻ ചെയ്യുമായിരുന്നു. അപ്പോൾ ഒരു 4th എഞ്ചിനീയറിൻ്റെ വേക്കൻസി വന്നപ്പോൾ കമ്പനിക്ക് യാതൊരു ഡൗട്ടും ഉണ്ടായിരുന്നില്ല ഹൂ ഷുഡ് ബി പ്രൊമോട്ടഡ്. സോ ദാറ്റ് ഐ അപ്ലൈഡ്. ആൻഡ് അതേസമയം തന്നെ സൈക്കോ സൈബർനെറ്റിക്സ് എന്ന് പറഞ്ഞൊരു ബുക്ക് ഞാൻ വായിക്കാനിടയുണ്ടായി. അത് ഇന്നും ബെസ്റ്റ് സെല്ലറാണ്. ഞാൻ ഇന്ന് ഈ സൈക്കോ സൈബർനെറ്റിക്സ് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ഗോൾ സീക്കിംഗ് മെക്കാനിസം. So if you set a realistic goal, you will automatically reach there. Oh, okay. So it's written by a plastic surgeon. The book is almost 60 years old. It is still on the bestseller list. So I said, at what age I can be a second engineer? And to become a second engineer, I need to pass the second class certificate exam by the DG Shipping. In order to write the examination, you must have sailed for 18 months, sea service. Then you can write that exam. So on the 19th month, I got off the ship. And while I was on the ship, I prepared for the examination. So on the 20th month, I passed the exam. So you can see. So now, the day I pass, I would be a second engineer. That was the situation. So goal number 1 achieved. അപ്പോൾ ഏറ്റവും വേഗം ചീഫ് എഞ്ചിനീയർ ആവുക എന്നുള്ളതായിരുന്നു എൻ്റെ പ്ലാൻ. അപ്പോൾ അതിനുള്ള പ്ലാനിങ് ചെയ്തു. When I came back for reported duty, they appointed me as an additional third engineer in a tanker which was only 11 months old, 88,000 ton tanker called Barauni, and that is the most modern ship that they have. So I went to Goa and I joined the ship as an additional third engineer. This 11-month-old ships had nothing but problems, technical problems. I stuck to my resignation. And then I was called to Mumbai. I was kept for 1 month in Mumbai and brainwashing me about the whole thing. But I had decided this is not the company for me. Nothing wrong with the company, but the company does not have the environment for it. So I started applying to many companies with the same condition. So this company, ship owning arm, called me and said, we have a ship under construction in Tokyo. We would take you as a third engineer, not a second engineer, because you don't have a chief engineer's license, and they want to have a standby certified officer. So I said, understood, I'll take it. For me, even at 5th engineer, I was ready to work. So I ended up in IHI Tokyo shipyard, and my career started as a third engineer. Within 6 months, they promoted me as second engineer. And when 1 year finished, the ship was in Tokyo, and Mr. George Campbell came on the ship for a lunch. So when he came, GTR Campbell. So അങ്ങനെ കാണുന്നു. അപ്പോൾ കപ്പലിൻ്റെ ഡിസൈനർ മാത്രമല്ല അങ്ങേര്, കപ്പലിൻ്റെ ഉടമസ്ഥനും കൂടിയാണ്. എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് ലഞ്ചിന് വന്നു കഴിഞ്ഞപ്പോൾ ക്യാപ്റ്റനും ചീഫ് ഓഫീസറും ചീഫ് എഞ്ചിനീയറും സെക്കൻഡ് എഞ്ചിനീയറുമാണ് അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത്. ഞാൻ സെക്കൻഡ് എഞ്ചിനീയർ ആയതുകൊണ്ട് ഞാൻ പുള്ളിയോട് കൂടി ഇരുന്നു. അപ്പോൾ ആ സമയത്ത് എന്നെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായങ്ങൾ പോയി കഴിഞ്ഞിരിക്കുന്നു. കപ്പൽ ഒരു ചീഫ് എഞ്ചിനീയറുടെ മാതിരി ഞാൻ നടത്തുന്നുണ്ട്, അത്രയും കേപ്പബിൾ ആണെന്നുള്ളതിനെക്കുറിച്ചിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ സംസാരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഈ കപ്പലിനെ കുറിച്ച് ഒരു ഡിസ്കഷൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഈ കപ്പൽ വളരെ നന്നായിട്ട് ഡിസൈൻ ചെയ്തിട്ടൊക്കെ ഉണ്ട്, ഇത് മറ്റുള്ള കപ്പലുകളിലൊക്കെ വ്യത്യസ്തമാണ്, പക്ഷേ ഇനിയും ഈ കപ്പലിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്താനായിട്ടുള്ള ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. അന്ന് എനിക്ക് 26 വയസ്സാണ്. ലഞ്ച് കഴിഞ്ഞപ്പോൾ അങ്ങേര് പറഞ്ഞു,
ഈ കപ്പലൊന്ന് കാണാൻ ഞാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ക്യാപ്റ്റനും ചീഫ് എഞ്ചിനീയർ പറഞ്ഞു ശരിയാണ് ഞങ്ങൾ വരാം എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു വേണ്ട, എൻ്റെ കൂടെ ഈ ചെറുപ്പക്കാരൻ വന്നാൽ മാത്രം മതി, വേറെ ആരും വരണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പുള്ളിയും കൂട്ടിക്കൊണ്ട് പോകുന്നു. ഒരു സൈഡിൽ കൊണ്ട് അയാളൊരു ലെജൻഡാണ്. പിന്നെ മറ്റുള്ളവരൊക്കെ അയാൾ അടുത്ത് പോയി സംസാരിക്കാൻ പോലെ പേടിയാണ് അവർക്ക്, അത്രയും വലിയൊരു മനുഷ്യനാണ്. അപ്പോൾ ഞാൻ തുടക്കം തൊട്ട് തുടങ്ങി കംപ്ലീറ്റ് വ്യത്യസ്തമായിട്ടാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങേരോട്. എങ്ങനെ ഇതൊക്കെ മാറ്റിക്കഴിഞ്ഞാലുള്ള അഡ്വാൻറ്റേജസ് എന്താണെന്ന്. അത് കഴിഞ്ഞ് എൻജിൻ റൂമിൽ പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ വേൾഡാണല്ലോ. ആ എൻജിൻ റൂമിൻ്റെ എൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഈ കൺവെൻഷനലായിട്ടുള്ള എൻജിൻ റൂമിൻ്റെ ഡിസൈനിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് കംപ്ലീറ്റ്. ഒരു ഓപ്പറേറ്റർ പോയിൻ്റ് ഓഫ് വ്യൂ, ഒരു വാച്ച് കീപ്പിംഗ് എൻജിനീയർ പോയിൻ്റ് ഓഫ് വ്യൂ, അങ്ങനെ ആണ് എൻ്റെ ഔട്ട്ലുക്ക്. അപ്പോൾ ഞാനത് പുള്ളിയോട് പറഞ്ഞു. എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യ്, ഇതെല്ലാം എഴുതി പ്രോപ്പർ ചാനലിൽ കൂടെ കപ്പലിൻ്റെ ഉടമസ്ഥന്മാർക്ക് അയക്കി അവർ നെസസറി ആക്ഷൻ എടുക്കും എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാ പ്രാവശ്യവും പുള്ളി ആരെങ്കിലും വിട്ടിട്ട് എന്നോട് ഏറ്റവും വേഗം ചീഫ് എഞ്ചിനീയറുടെ പരീക്ഷ എഴുതണം, ചീഫ് എഞ്ചിനീയർ ആക്കാമെന്ന് പറഞ്ഞ് ആൾക്കാരെ അയക്കുമായിരുന്നു. അപ്പം അന്ന് ഒരു ഷോർ ജോബ് കിട്ടണമെങ്കിൽ 12 കൊല്ലം ചീഫ് എഞ്ചിനീയർ ആയിരുന്നിരിക്കണം. അപ്പോൾ എനിക്കതിന് പരിപാടി ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞില്ല, എൻ്റെ പ്ലാനിങ്ങിൽ കല്യാണം വന്നു കഴിഞ്ഞു. മനസ്സിലായോ? ചീഫ് എഞ്ചിനീയറുടെ പരീക്ഷ എഴുതണം, അത് കഴിഞ്ഞാൽ ചീഫ് എഞ്ചിനീയർ ആവണം, കല്യാണം കഴിക്കേണ്ട ഒരു ചീഫ് എഞ്ചിനീയർ ആയിക്കഴിഞ്ഞാൽ ഭാര്യയെ ഷിപ്പിൽ കൊണ്ടുപോകാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ചീഫ് എഞ്ചിനീയർ ആയിട്ട് കല്യാണം കഴിക്കുള്ളൂ എന്നുള്ള ഒരു തീരുമാനം എടുത്തത്. അപ്പോൾ അങ്ങനെ പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഷോർ ജോബ് കിട്ടുന്ന ഒരു പ്ലാനില്ല. ഒരു 27 വയസ്സിൽ 28 വയസ്സിലൊരു ചീഫ് എഞ്ചിനീയർ ആവും. അന്ന് ചീഫ് എഞ്ചിനീയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് $2,500 ശമ്പളമുണ്ട്, ന്യൂ ടാക്സ് ഫ്രീ ആണ്. പിന്നെ നമ്മൾ ആൽക്കഹോളിക് ആവും. ചീഫ് എഞ്ചിനീയർക്ക് വേറെ പണിയൊന്നുമില്ല കാലത്തോട്ട് വൈകുന്നേരം വരെ. പിന്നെ നമുക്ക് ഇത്രയും വലിയ ഈഗോ ആയിരിക്കും. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 27 വയസ്സിൽ ഒരു $50 മില്യൺ പ്ലാന്റിൻ്റെ ചീഫ് എഞ്ചിനീയർ ആണെന്ന് പറയുമ്പോൾ അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ടൊക്കെ ഇത് ആരോഗ്യത്തിന് നല്ലതല്ല എന്ന് മനസ്സിലായിട്ട് ഞാൻ അയാളോട് പറഞ്ഞു എന്നെ കാണേണ്ട ആവശ്യമില്ല, ഞാൻ ചീഫ് എഞ്ചിനീയറുടെ പരീക്ഷ എഴുതില്ല, ഞാൻ ഷോർ ജോബിലേക്ക് തിരിച്ചു പോവുകയാണ്. അങ്ങനെ ഞാൻ ഇതൊക്കെ എഴുതണ്ടെന്നൊക്കെ തീരുമാനിച്ച് കപ്പലിൽ നിന്ന് വാൻകൂവറിൽ ഞാൻ ഇറങ്ങി. ഡള്ളസിൽ എൻ്റെ മൂത്ത ബ്രദർ പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി വിസിറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ പുള്ളിയോട് ഈ ഐഡിയ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അതൊരു നല്ല ഡിസിഷനല്ല, നീ പരീക്ഷ എഴുതിക്കോ, പരീക്ഷ പാസ്സായിക്കോ, കപ്പലിൽ പോകണോ വേണ്ടയോ എന്നുള്ളത് നിനക്ക് എൻ്റെ തീരുമാനം. പക്ഷേ പരീക്ഷ എഴുതാതിരിക്കരുത്. 5 കൊല്ലോ 10 കൊല്ലം കഴിഞ്ഞാൽ നീ പരീക്ഷ പാസ്സാവില്ല. അതുകൊണ്ട് ഇപ്പോൾ പോയി പരീക്ഷ എഴുതാൻ പറഞ്ഞു. പാർട്ട് എ പാർട്ട് ബി ഒരു സിറ്റിങ്ങിൽ എഴുതി പാസ്സായ ആളാണ് ഞാൻ ലണ്ടനിൽ. മനസ്സിലായോ? അത് പാസ്സായ വിവരം കഴിഞ്ഞ ഉടനെ തന്നെ എൻ്റെ മദറിൻ്റെ അടുക്കൽ നിന്ന് ഒരു എഴുത്ത് വന്നു, നീ പോയിട്ട് 3 കൊല്ലത്തോളമായി, ഞങ്ങളൊന്നും വേണ്ടേ എന്ന് ചോദിച്ചിട്ട്. അമ്മയുടെ എഴുത്തല്ലേ. അടുത്ത റിട്ടേൺ ടിക്കറ്റ് എടുത്ത് വീട്ടിലേക്ക് തിരിച്ചു വന്നു. വീട്ടിലേക്ക് തിരിച്ചു വന്ന് പിറ്റേ ദിവസം എനിക്ക് ഫോൺ വന്നു, നാളെ 2 പേർക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്, അതുകൊണ്ട് യു ഷുഡ് ബി അവൈലബിൾ എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു മെസ്സേജ് വന്നു. അങ്ങനെ പിറ്റേ ദിവസം കാലത്ത് 10 മണിക്ക് ഓപ്പറേഷൻസ് മാനേജറും ടെക്നിക്കൽ മാനേജറും വിളിച്ചു. പറഞ്ഞു കപ്പൽ ചെന്നൈയിൽ വരുന്നുണ്ട്, നീയാണ് ചീഫ് എഞ്ചിനീയർ, ഞങ്ങൾക്ക് വേറെ ഒന്നും കേൾക്കണ്ട എന്ന് പറഞ്ഞു. വേറെ മറുപടിയൊന്നും വേണ്ട, യു ആർ ജോയിനിങ്. അപ്പോൾ ഇതൊക്കെ ചുക്കാൻ വലിച്ചിരുന്നത് ക്യാമ്പലാണ്, അതെനിക്ക് അറിയുന്നില്ല. അപ്പോൾ ഇയാൾക്ക് എങ്ങനെയെങ്കിലും എന്നെ കപ്പലിൽ കൊണ്ടുവരുന്നുണ്ടായിരുന്നു ചീഫ് എഞ്ചിനീയറായിട്ട്, അതും എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ചെന്നൈ പോയി കപ്പലിൽ ചേർന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു കല്യാണം കഴിക്കാൻ വേണ്ടി വന്നിരിക്കുക ഞാൻ. അപ്പോൾ നീ എപ്പോഴും വേണമെങ്കിൽ പോയി കല്യാണം കഴിക്കാം. അങ്ങനെ എനിക്ക് ഗേൾ ഫ്രണ്ടൊന്നുമില്ല, അങ്ങനെ ഷെൽഫിലിരിക്കണതല്ല എൻ്റെ ബ്രൈഡ്, അതിനെ പോയി കണ്ടുപിടിച്ചെടുക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ വന്ന് എനിക്ക് എപ്പോൾ വേണമെങ്കിലും ലീവ് ഇടാം. അങ്ങനെയൊക്കെ കഴിഞ്ഞ് ഞാൻ കപ്പലിൽ നിന്ന് ഇറങ്ങി കല്യാണം കഴിക്കുന്നു. 76-ലാണ്, ഞങ്ങളുടെ 50ാമത്തെ ആനിവേഴ്സറിയാണ് അടുത്ത കൊല്ലം ഏപ്രിലിൽ. അതെ. അപ്പോൾ അങ്ങനെ കല്യാണം കഴിച്ചുകൊണ്ട് തന്നെ എൻ്റെ കൂട്ടുകാരൻ ജോലി ചെയ്യുന്നൊരു കമ്പനി ഉണ്ടായിരുന്നു. അവർക്കൊരു വേക്കൻസി ചീഫ് എഞ്ചിനീയർ, അവരെന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഞങ്ങൾക്ക് എന്താ പറ്റിയത്, ഞങ്ങൾക്ക് ഉള്ള കപ്പലെല്ലാം ഞങ്ങൾ ബെയർ ബോട്ട് ചാർട്ടറായിട്ട് വേറെ കമ്പനിക്ക് കൊടുത്തപ്പോൾ ഞങ്ങൾക്ക് മാൻ പവറിൻ്റെ ആവശ്യമില്ലാണ്ട് വന്നു. അപ്പോൾ ഞാൻ വെറുതെ ജോക്കായിട്ട് ചോദിച്ചു വൈഫിൻ്റെ അടുത്ത്, നിനക്ക്
സെയിൽ ചെയ്യാൻ ഇഷ്ടമുണ്ടോ കപ്പലിൽ, ഞാൻ ഏതായാലും സീ വിടുകയാണ്, അതിനു മുമ്പ് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിക്കാർ പുസ്തകമൊക്കെ വലിച്ചെറിഞ്ഞ് അന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ടോപ്പ് സ്റ്റുഡൻ്റ് ആയിരുന്നു. എല്ലാം കളഞ്ഞ് എല്ലാവരെയും സർപ്രൈസ് ചെയ്ത് 2 ആഴ്ചയ്ക്കുള്ളിൽ പാസ്പോർട്ട്, വിസ, സകല സംഗതി ചോദിച്ച് പുള്ളിയായിട്ട് പോയി കപ്പലിൽ സെയിൽ ചെയ്യാൻ തുടങ്ങി. കപ്പലിൽ സെയിൽ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ഏറ്റവും വലിയ സക്സസ് എന്ന് വെച്ചാൽ ഷീ ഫെൽ ഇൻ ലവ് വിത്ത് ദ ഷിപ്പ് ഇൻസ്റ്റെഡ് ഓഫ് ഫോളിങ് ഇൻ ലവ് you know. So, and she found many things on the ship by herself, and brilliant. She liked sailing and everything. So then we expected our first child, you know. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ കപ്പലിൽ നിന്ന് ഇറങ്ങാതിരിക്കാൻ നിവൃത്തിയില്ല. So we got off. I brought her home, and then I went back and rejoined a ship in Rotterdam, and then I got a job offer from Campbell saying you are being offered as a new building supervisor in Tokyo, please come and join. അപ്പം ശരിക്കും പറഞ്ഞാൽ അന്ന് എനിക്ക് $3,500 ചീഫ് എഞ്ചിനീയറായിട്ട് എനിക്ക് കിട്ടിയ ഓഫർ $1,100. ആൻഡ് ദാറ്റ് ടു ഹാവ് ടു ലിവ് ashore and rent a place. So it was very low salary, $13,000 a year. അപ്പോൾ ഐ വാസ് ഹെസിറ്റേറ്റിംഗ്. അപ്പോൾ കപ്പലിൻ്റെ ക്യാപ്റ്റൻ ഒരു ബ്രിട്ടീഷറായിരുന്നു. അയാൾ പറഞ്ഞു, GTR ക്യാമ്പിൽ നിനക്ക് ജോലി തരുന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ബി ഹാപ്പി, പിന്നെ കൂട്ടത്തിൽ ശമ്പളവും തരുന്നുണ്ടെങ്കിൽ കൂടുതൽ ശമ്പളമായിരിക്കും, നീ ഈ ജോലി വിട്ടിട്ട് ആ ജോലിക്ക് പോയിക്കോളാൻ പറഞ്ഞു. അപ്പോൾ he was helpful for making that decision. So the first day when I went to the office, George Campbell was there. അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, you stupid idiot. So I got a shock. You don't get a message. I said, what message? He said, I want you to be a chief engineer for 1 day. Oh. Only for 1 day. The day I met you, I had decided that you should come to the office. So you would be perfectly all right to come to the office for me, but no chief engineer will respect you unless you have been one. So I said, why didn't you tell me this earlier? Because എനിക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ്. GTR ക്യാമ്പലിനെ പോലുള്ളൊരു എൻ്റെ സീനിയർ ചേർന്ന് 12 കൊല്ലം ചീഫ് എഞ്ചിനീയർ ആയതിനു ശേഷമാണ് കമ്പനിയിൽ ചേർന്നത്. സോ ഐ വിൽ ഗെറ്റ് ദാറ്റ് ഓപ്പണിംഗ്, ഐ ഡോണ്ട് നോ. എനിവേ ദെൻ we continued for many years. പിന്നീട് അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിട്ട് മാറുകയും ചെയ്തു. So then and there he had decided who will be his follower, who will be taking over. I did not know. That one meeting, ആ ഒരു ഒറ്റ മീറ്റിംഗ്, ആ ലഞ്ചിൻ്റെ ടൈമിൽ ചെയ്ത ആ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ഫോളോ അപ്പ് changed my life completely. പിന്നീട് GTR Campbell. So I started doing projects and things like that. Then I became president of GTR Campbell Japan. Then he stepped down and I became the president of GTR Campbell International. അദ്ദേഹം ഇറങ്ങിയിട്ടാണ് ആ സമയത്ത് അദ്ദേഹം കമ്പനി തുടർന്നില്ല അല്ലേ? പിന്നീട് താങ്കൾ അങ്ങേര് 1993 വരെ ആക്റ്റീവ് ആയിരുന്നു. 1994 അങ്ങേര് മരിച്ചു. സോ ആക്റ്റീവ് ആയിരിക്കുമ്പോൾ തന്നെയാണ് പ്രസിഡന്റ്. അങ്ങേര് ആക്റ്റീവ് ആയിരുന്ന സമയത്ത് തന്നെ അങ്ങേര് സ്റ്റെപ്പ് ഡൗൺ ചെയ്തു. എനിക്ക് പൊസിഷൻ തന്നു. അപ്പോൾ then his health was deteriorating, and so but then for him nothing was more important than my children. അവർ പറഞ്ഞു, നീ എത്ര നാൾ അന്ന് എൻ്റെ കുട്ടികൾ ജാപ്പനീസ് സ്കൂളിലാണ് പഠിച്ചിരുന്നത്, ജാപ്പനീസ് സംസാരിച്ചിരുന്നു, എൻ്റെ വൈഫും ജാപ്പനീസ് സംസാരിക്കുമായിരുന്നു. നീ എത്ര ജാപ്പനീസ് ആവാൻ നോക്കിയാലും ഒരിക്കലും ജാപ്പനീസ് നിന്നെ റെക്കഗ്നൈസ് ചെയ്യില്ല ജാപ്പനീസായിട്ട്. നിൻ്റെ മക്കളുടെ ഭാവി കാനഡയിലാണ്. അന്ന് ഞങ്ങൾ കാനഡയിലെ ഈ കമ്പനി അങ്ങനെ 1950 എസ്റ്റാബ്ലിഷ് ചെയ്ത് കാനഡയിലാണ്, ഇംഗ്ലണ്ടിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്തിട്ട്. പിന്നെ ഒരു നല്ല ഇമിഗ്രൻ്റ് കൺട്രിയാണ് കാനഡ. അവിടെ യു ആർ ആക്സെപ്റ്റഡ്, യു ആർ റെസ്പെക്റ്റഡ്. ആൻഡ് ഐ വാസ് എൻ ഇമിഗ്രൻ്റ് മൈസെൽഫ് ആഫ്റ്റർ ദ വാർ, ആൻഡ് യു ഷുഡ് ഗോ. സോ ഈ എംപയർ മുഴുവൻ അയാൾ സാക്രിഫൈസ് ചെയ്തിട്ട് എന്നോട് കാനഡയിൽ പോകാൻ പറഞ്ഞു. നിൻ്റെ കുട്ടികളുടെ പഠിത്തം കഴിയുമ്പോൾ നീ ബഹാമാസിലേക്ക് പോവുക, യു വിൽ ടേക്ക് ഓവർ. അപ്പോൾ അങ്ങേർക്കൊരു ഹോബി ഉണ്ടായിരുന്നു, ഫാമിങ്. ഫാമിങ് എന്ന് വെച്ചാൽ ചില്ലറ ഫാമിംഗ് അല്ല, 3000 ഏക്കർ ലാൻഡ് കൾട്ടിവേറ്റ് ചെയ്യുമായിരുന്നു. 2000 പശുക്കളെയും വളർത്തുന്നുണ്ടായിരുന്നു. അതായിരുന്നു ചില്ലറ. അപ്പോൾ അതൊരു അങ്ങേരുടെ ഫസ്റ്റ് ലവ് ആണത്, ആനിമൽസ് ആൻഡ് ആനിമൽ റെയറിങ്. 1972 അങ്ങേരെ ഒരു ഫാക്ടറി പണിതിട്ടുണ്ടായിരുന്നു അവിടെ തന്നെ ഫാമിനോട്. അങ്ങേരുടെ
ഷിപ്പിങ്ങിലുള്ള ആ ഐഡിയ വെച്ചിട്ട് അഗ്രികൾച്ചറൽ എക്യുപ്മെൻറ്റിൽ എങ്ങനെ ചേഞ്ചസ് വരുത്താമെന്നുള്ള ഇതിനോടൊരു ഫാക്ടറി, ഒരു ചെറിയ ഷിബൗറ ട്രാക്ടേഴ്സാണ് ആദ്യം പുള്ളി തുടങ്ങാനൊക്കെ ഉദ്ദേശിച്ചിരുന്നത്. 1990 ഞാൻ കാനഡയിലേക്ക് പോകുന്നത്. ആ 20 കൊല്ലം ഒന്നും നടന്നില്ല, ആ ഫാക്ടറി അങ്ങനെ തന്നെ കിടക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റുള്ള കുറച്ച് ബിസിനസ്സുകൾ വേറെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എന്നോട് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നീ 10 കൊല്ലം കഴിയുമ്പോൾ ബഹാമാസിൽ പോവുക, ഈ ഷിപ്പ് ഓണിങ് കമ്പനിയുടെ വൈസ് പ്രസിഡൻ്റായിരുന്നു ഞാൻ, നീ അതിൻ്റെ പ്രസിഡൻ്റ് ആവാം, എന്നിട്ട് നീ കപ്പലുകളൊക്കെ ഓപ്പറേറ്റ് ചെയ്യുക. അങ്ങനെ ഞാൻ കാനഡയിൽ 1990 വന്ന് പെടുന്നു. അതുകൊണ്ട് ഇപ്പോൾ വിടുന്ന സമയത്ത് ഞാൻ ഈ GTR ക്യാമ്പലിൻ്റെ പ്രസിഡൻ്റാണ്, പിന്നെ ഈ ഫാക്ടറിയുടെ പ്രസിഡൻ്റാണ്, ഈ ഫാമിൻ്റെ പ്രസിഡൻ്റാണ്, ഈ ഷിപ്പ് ഓണിങ് കമ്പനിയുടെ വൈസ് പ്രസിഡൻറ്റ്, ഷിപ്പ് മാനേജ്മെൻറ്റ് കമ്പനിയുടെ വൈസ് പ്രസിഡൻ്റാണ്. ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള കമ്പനികളിലെല്ലാം ഡയറക്ടറോ എക്സിക്യൂട്ടീവ് ഡയറക്ടറോ ഒക്കെയാണ്. അങ്ങനെ ഒരു 5-8 ജോലി ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഓരോന്നായിട്ട് ടാക്കിൾ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഈ കൺസൾട്ടിങ് ഷിപ്പ് ഡിസൈൻ ലാസ്റ്റ്, ബാക്കിയുള്ള സംഗതികൾ. ഫാക്ടറി ഞാനത് റിവൈവ് ചെയ്തു. ഫാക്ടറി റിവൈവ് ചെയ്ത് ഒരു ഈ കാനഡ തണുപ്പുള്ള രാജ്യമായത് കാരണം എല്ലാം അടയ്ക്കണം. അപ്പോൾ അത് അടയ്ക്കാനായിട്ടുള്ള ഡോറുകൾ ഉണ്ടാക്കുമായിരുന്നു ഒരു ഇത്. അങ്ങനെ അതിലൊരു $2 മില്യൺ സെയിൽസുകൾ 15 പേര് ജോലി ചെയ്യുന്ന ഒരു ഫാക്ടറിയാക്കി മാറ്റി. അന്നേർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഒരു എയർപോർട്ടിൻ്റെ ഹാങ്ങർ ഡോറിന് $250,000 വില. ഇപ്പോൾ ഈ കാനഡയിലുള്ള ടൊറൻറ്റോ എയർപോർട്ടിൻ്റെ ഒക്കെ ഡോർ ഉണ്ടാക്കിയത് ഞാനാണ്. അതെ. അപ്പം അത് ഫാക്ടറി തന്നിട്ട് ഇതൊക്കെ അങ്ങേരെ സംബന്ധിച്ചിടത്തോളം നത്തിങ്. പക്ഷെ അങ്ങേരുടെ ഒരു ഈഗോ സാറ്റിസ്ഫൈ ചെയ്യുന്ന സംഗതി, അയാളൊരു ഫെയിലിയർ അല്ല എന്ന് കാണിക്കണം എന്ന് എനിക്ക്. അങ്ങൾക്കൊരു മകനുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഒരു മകൻ്റെ സ്ഥാനത്ത് നിന്ന് കഴിഞ്ഞിട്ട് അങ്ങേര് ഐ ഓൾവേസ് യു ഷുഡ് ഡൈ വെൻ യു ആർ ലിവിങ് എന്ന് പറയും ഞാൻ എപ്പോഴും. ബിക്കോസ് ആ പ്രതാപത്തിൽ ഇരുന്നൊരു മനുഷ്യനാണ്. അപ്പോൾ വയസ്സാകുമ്പോൾ പുള്ളിക്ക് ഇതൊക്കെ ഒരു ഈ ഫാമും ഭയങ്കര ഫെയിലിയറായിരുന്നു. അപ്പോൾ ഫാം ഞാൻ ഏറ്റെടുത്തിട്ട് അത് 2 പ്രോഫിറ്റ് സെൻ്ററായിട്ട് മാറ്റി. ഫീൽഡിൽ അവർക്ക് ഏറ്റവും കൂടുതൽ ഈൽഡ് കിട്ടുന്ന എന്ത് പ്രോഡക്റ്റാണെന്ന് വെച്ചാൽ അത് പ്ലാന്റ് ചെയ്യുക. ഈ കാറ്റിൽ ഓപ്പറേഷനിൽ ഏറ്റവും ചീപ്പായിട്ട് കിട്ടുന്ന ഫീഡ് എവിടെ കിട്ടുന്ന അവിടെ നിന്ന് വാങ്ങിക്കുക. അപ്പോൾ 2 പ്രോഫിറ്റ് സെൻ്ററാക്കി മാറ്റി. അപ്പോൾ അത് സക്സസ്ഫുൾ ആയിരുന്നു. അത് സക്സസ്ഫുൾ എന്ന് മാത്രമല്ല, ഞങ്ങൾക്ക് സബ്സിഡി കിട്ടുമായിരുന്നു കൃഷി ചെയ്യാനും പശുക്കളെ വളർത്താനൊക്കെ. അപ്പോൾ അതില്ലാതെ തന്നെ എനിക്ക് പ്രോഫിറ്റായി. അപ്പോൾ ക്യുബെക്ക് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഇതെങ്ങനെ ഫാം നടത്തുന്നു എന്ന് പഠിപ്പിച്ചു കൊടുക്കാമോ എന്ന് ചോദിച്ചു. അങ്ങനെ സോ ദാറ്റ് വാസ് ഗുഡ്. സോ പുള്ളി മരിക്കുന്നതിന് മുമ്പ് ഇതെല്ലാം എനിക്ക് ചെയ്യാൻ സാധിച്ചു. പിന്നീട് ഷിപ്പ് ബിൽഡിങ്ങിൽ ഇല്ല. അപ്പോൾ ഞാൻ ഷിപ്പ് ബിൽഡിങ്ങിലില്ല, കംപ്ലീറ്റ് വിട്ടു. കൺസൾട്ടിങ് മാത്രമാണ്. അപ്പോൾ ജപ്പാനിൽ നിന്ന് മാറി ഇത് ചെയ്ത് കഴിഞ്ഞു, ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ പുള്ളിയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ഇമ്പോർട്ടൻറ്റ് സംഗതിയല്ല. കമ്പനിക്ക് ഇഷ്ടംപോലെ പൈസയുണ്ട്. പിന്നെ ഈ ഷിപ്പ് ഓണിങ്, ഷിപ്പ് മാനേജ്മെൻറ്റ് എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഇത്. അപ്പോൾ അതിൽ നമ്മൾ വളരെ സ്മാർട്ടാണ് ആ കാര്യത്തിൽ. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ വെറുതെ ഇരുന്നിട്ട് ഒരു ഷിപ്പ് ഓഫ് ദ ഫ്യൂച്ചർ ഡിസൈൻ ചെയ്യാൻ തുടങ്ങി, ഒന്നുമില്ലാത്ത ഒരു സിറ്റുവേഷനിൽ. അപ്പോൾ എൻ്റെ ഫാക്ടറിയിലൊരു ഡ്രാഫ്റ്റ്സ്മാനെ ആകെ ഉള്ളത്. അയാളും മരീൻ ഡ്രാഫ്റ്റ്സ്മാൻ ഒന്നും അല്ലായിരുന്നു. അയാളെ കാണിച്ചു കൊടുത്ത് ഒരു കപ്പലിൻ്റെ പടമൊക്കെ വരച്ച് ഞാനൊരു സ്പെസിഫിക്കേഷൻ ഉണ്ടാക്കി, ഒരു ചെറിയ ഔട്ട്ലൈൻ സ്പെസിഫിക്കേഷൻ ഒക്കെ, ഷിപ്പ് ഓഫ് ദ ഫ്യൂച്ചർ. അപ്പോൾ ഈ 30,000 ടണ്ണിനടുത്തുള്ള ഒരു കപ്പലിന് ഹാൻഡി സൈസ് ബൾക്ക് കാരിയർ എന്ന് പറയും. അതാണ് ഞങ്ങളുടെ സ്പെഷ്യാലിറ്റി, ഹാൻഡി സൈസ് ബൾക്ക് കാരിയർ. 20,000 തൊട്ട് 30,000 ടണ്ണിനിടയ്ക്കുള്ള കപ്പൽ. അപ്പോൾ ഞാനൊരു 30,000 ടണ്ണിൻ്റെ ഒരു കപ്പൽ ഷിപ്പ് ഓഫ് ദ ഫ്യൂച്ചർ ഡിസൈൻ ചെയ്തു. ഇത് ഡിസൈൻ ചെയ്തെല്ലാം വെച്ച് ഒരു സ്പെസിഫിക്കേഷൻ എല്ലാം എഴുതി കഴിഞ്ഞപ്പോൾ 2 ഷിപ്പ് ഓണേഴ്സ് ജപ്പാനിൽ പോയി. ഒരു ഷിപ്പ് യാർഡ് വിസിറ്റിൽ പോയിട്ട് അവരുടെ ഡിസൈൻ എടുത്തിട്ട് അത് അവർക്ക് വാങ്ങിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അപ്പോൾ അവരത് എനിക്ക് അയച്ചു തന്നിട്ട് പറഞ്ഞു, നിൻ്റെ അഭിപ്രായം എന്താണ് ഇത്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ കപ്പലുമായിട്ട് ഇപ്പോൾ അടുത്ത് ഇത് ചെയ്യുന്നില്ല, അതുകൊണ്ട് അടുത്ത ആഴ്ച മറുപടി പറഞ്ഞാൽ ഇല്ല, ഞങ്ങൾ ഷിപ്പ് യാർഡിൽ നിൽക്കുകയാണ്, ഞങ്ങൾക്കൊരു ഡിസിഷൻ ഇപ്പോൾ വേണം, എന്താണെന്ന് വെച്ചാൽ. ഞാനൊരു ടെക്നോ കൊമേഴ്ഷ്യൽ അസസ്മെൻറ്റ് നടത്തി. എന്നിട്ട് എൻ്റെ കൺക്ലൂഡിങ് എക്സിക്യൂട്ടീവ് സമ്മറി ഇതായിരുന്നു, ദിസ് ഈസ് എ ഡിസൈൻ ഓഫ് ദ പാസ്റ്റ്, യു ഷുഡ് ഗോ ഫോർ എ ഡിസൈൻ ഓഫ് ദ ഫ്യൂച്ചർ എന്ന് പറഞ്ഞിട്ട് ഞാൻ കൺക്ലൂഡ് ചെയ്തത്. അപ്പോൾ തന്നെ അവർ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു,
യു ആർ പെർഫെക്റ്റ്ലി കറക്റ്റ് വിത്ത് യുവർ ടെക്നോ കൊമേഴ്ഷ്യൽ അസസ്മെൻറ്റ്. അതിന് കപ്പലിന് എന്ത് വില കൊടുക്കാം, കപ്പലിന് എന്ത് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് വരും, കപ്പലിന് എന്ത് ഏണിംഗ് കപ്പാസിറ്റി ഉണ്ടാവും, ഇതെല്ലാം ഞാൻ പ്രിഡിക്റ്റ് ചെയ്ത് കംപ്ലീറ്റ് കൊടുത്തപ്പോൾ അയാൾ പറഞ്ഞു ഇറ്റ് മേക്ക് സെൻസ്, വി ആർ ഡ്രോപ്പിംഗ് ദി ഡീൽ, വി വിൽ നോട്ട് ഓർഡർ ദി ഷിപ്പ്, ബട്ട് പ്ലീസ് പ്രൊപ്പോസ് ഷിപ്പ് ഓഫ് ദി ഫ്യൂച്ചർ പറഞ്ഞു. അപ്പോഴിവിടെ നമ്മൾ റെഡി ആയിട്ടിരിക്കുകയാണ്. 29 പേജിൻ്റെ സ്പെസിഫിക്കേഷനും അതിൻ്റെ ജനറൽ അറേഞ്ച്മെൻ്റ് എന്ന് പറയുന്ന പ്ലാനും. അപ്പം തന്നെ ഫാക്സ് ചെയ്തു. അന്ന് വേറെ ഒന്നുമില്ല, ഫാക്സ് ചെയ്ത് കഴിഞ്ഞ് അവർ നോക്കിയിട്ട് അവർ പറഞ്ഞു പെർഫെക്റ്റ്, ദിസ് ഈസ് ദ ഷിപ്പ് ഓഫ് ദ ഫ്യൂച്ചർ, ബട്ട് ഇറ്റ് വിൽ കോസ്റ്റ് us $25 million to buy this ship. At that price, this will not break even. I said, you are perfectly correct. This ship will cost $25 million to build. And suppose I can build 22 million, അതായത് 22 million ഈ കപ്പൽ പണിയാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു. അത് ആ ചോദ്യം വളരെ ഷാർപ്പ് ക്വസ്റ്റ്യനാണ്. ബിക്കോസ് എനിക്കറിയാം 22 million ഇത് ബ്രേക്ക് ഈവൻ ചെയ്യും എന്നുള്ളത്. അത് ചെയ്യില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിഫെൻഡ് ചെയ്യാനായിട്ടുള്ള എല്ലാ സംഗതികളും എൻ്റെ കയ്യിലുണ്ട്, അതിനെന്താവും എന്നുള്ളത്. അവർ പറഞ്ഞു $22 million, ഡോണ്ട് ഈവൻ ആസ്ക് അസ്, പ്ലീസ് സൈൻ. അതാണ് മറുപടി. എനിക്ക് നാര് പിടിച്ച പുലിവാലെന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ പുലിവാല് പിടിച്ചില്ലേ, ഷിപ്പ് യാർഡും ഇല്ല, കോസ്റ്റ് എസ്റ്റിമേറ്റും ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തില്ല. സോ ഐ പാക്ഡ് മൈ ബാഗ്സ്, വെൻ ടു ജപ്പാൻ. അപ്പോൾ അന്ന് ഞാൻ അവിടെ പ്രസിഡൻ്റായിരുന്നു. ഇവരുടെ ആ കാര്യങ്ങൾക്കെല്ലാം എല്ലാ പ്രശ്നങ്ങളും തീർക്കുന്നത് ഞാനായിരുന്നു. ഞാനവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവർ ആലുവ മണപ്പുറത്ത് കണ്ട പരിചയമില്ല. ബിക്കോസ് തൊലി ബ്രൗൺ അല്ലേ, എന്ത് പറഞ്ഞാലും. അന്ന് പ്രിൻസ് ആൻഡ് സച്ചോസാൻ പ്രസിഡന്റ് എന്ന് പറഞ്ഞ് നടക്കുമെങ്കിലും അവർ പറഞ്ഞു ഇനി അടുത്ത ഡിസൈൻ, അതായത് ഞങ്ങൾ 5 ഡിസൈൻ ഉണ്ടാക്കി, അടുത്ത ഡിസൈൻ ഞങ്ങൾ തന്നെ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് നിങ്ങളുടെ ഡിസൈൻ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒക്കെ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 1-2 വേറെ ജാപ്പനീസ് ഷിപ്പ് യാർഡുകാരോടൊക്കെ ചോദിച്ചു. അവരാരും പുറമേ നിന്ന് ഡിസൈൻ എടുത്ത് പണിയാൻ റെഡിയല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ജപ്പാൻ റൂൾ ഔട്ട് ചെയ്തു. ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ മോൺട്രിയോളിൽ വേറൊരു ഷിപ്പിംഗ് കമ്പനിയുണ്ട്, അവർ ചൈനയിൽ കപ്പൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞാൻ അവരെ വിളിച്ചു, അവരെൻ്റെ ഫ്രണ്ട്സാണ്. അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെയാണ് ചൈനയിൽ ഞങ്ങളുടെ അനുഭവം, നീ ഇന്ന ഷിപ്പ് യാർഡുകാരെയൊക്കെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ. അങ്ങനെ ഞാൻ എൻ്റെ ഈ 29 സ്പെസിഫിക്കേഷനും എല്ലാം അവർക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ ഒരു ഷിപ്പ് യാർഡുകാർ, ഒരു 100 കൊല്ലം പഴക്കമുള്ള ഷിപ്പ് യാർഡാണ് ഡാലിയൻ ഷിപ്പ് യാർഡ് എന്ന് പറഞ്ഞാൽ വളരെ പഴയ. അവർ പറഞ്ഞു 22 മില്യൺ ഈ കപ്പൽ പണിയാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ലോട്ടറി അടിച്ചു, 22 മില്യന് പണിയാമെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ചൈനയിലേക്ക് വിസ എടുത്ത് ചൈനയിൽ പോവുകയാണ്. പോയി ഇവരായിട്ട് കണ്ടു, ഇവരായിട്ട് സംസാരിച്ചു. അപ്പോൾ ദൈവാനുഗ്രഹം എല്ലാത്തിലും ഉണ്ടായിരുന്നു. അവർ 6 മാസമായിട്ട് ഒരു പ്രോജക്റ്റ് നെഗോഷിയേറ്റ് ചെയ്തിട്ട് ക്ലോസ് ചെയ്യാൻ പറ്റാതെ ഷിപ്പ് യാർഡിൽ ജോലി ഇല്ലാണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഞങ്ങളത് ഡ്രൈവ് ചെയ്തു. അവസാനം 19.88 മില്യന് 2 കപ്പൽ ഓർഡർ ചെയ്തു. 22 മില്യൺ അവർ പറഞ്ഞത്. 88 എന്ന് പറയുന്നത് ജാപ്പനീസിന് ഡബിൾ ഹാപ്പിനെസ് ആണ്, ഡബിൾ ലക്കാണ്. അതുകൊണ്ടാണ് 88. 20 മില്യന് ഓർഡർ ചെയ്യാതെ 19.88 ഓർഡർ ചെയ്തത്. ആ 2 മില്യൺ ഞാൻ 2 കപ്പൽ ഓർഡർ ചെയ്തപ്പോൾ ഡെൻമാർക്കിൽ നിന്നും ബഹാമാസിൽ നിന്നുള്ള 2 കമ്പനികളാണ് അത് ഓർഡർ ചെയ്തത്. ഞാൻ അവരോട് പറഞ്ഞു ഒരു 2 കപ്പലും കൂടി ഓർഡർ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ നമുക്ക് എടുക്കാം. അത് ഒരു അടുത്ത 3 മാസത്തിനുള്ളിൽ നമ്മൾ ഈ കപ്പൽ ഓർഡർ ചെയ്ത ഇതേ വിലയ്ക്ക് തന്നെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ അവർ ഞങ്ങൾക്ക് 2 കപ്പലിൽ കൂടുതൽ പണിയാനായിട്ടുള്ള ഗ്യാരണ്ടി പൈസയില്ല, പ്ലാനും ഇല്ല. അത് ഞാൻ പറഞ്ഞു വെറുതെ ഒരു കടലാസല്ലേ, അത് എഴുതി ഒപ്പിട്ട് കയ്യിൽ വാങ്ങിച്ചിരിക്കാൻ പറഞ്ഞു. അത് വാങ്ങിച്ചു. ഇത് കഴിഞ്ഞപ്പോഴാണ് ഈ ഡിസൈനെ കുറിച്ചിട്ട് ന്യൂസ് പുറത്ത് വരുന്നത്, ഈ കപ്പൽ കോൺട്രാക്ട് ചെയ്തത്. അപ്പോൾ അവർ പറഞ്ഞു GTR ക്യാമ്പലിൻ്റെ റീഇൻകാർണേഷൻ, യുനോ ഇതാണ് ദ ഷിപ്പ് ഓഫ് ദ ഫ്യൂച്ചർ. ഫാൻറ്റസി എന്നാണ് ഞാൻ ഈ ഡിസൈൻ്റെ പേരിട്ടത്. ഇറ്റ് വാസ് എ ഫാൻറ്റസി ഫോർ മീ. ഓഫ് ബോൾട്ടൺ എന്ന് പറഞ്ഞിട്ട് 175 കൊല്ലം പഴക്കമുള്ള ഒരു ജർമ്മൻ കമ്പനിയുണ്ട്. 75 കൊല്ലം പഴക്കം അന്ന് ഉണ്ടായിരുന്ന ഓൾഡൻഡോഫ് എന്ന് പറഞ്ഞൊരു, അപ്പോൾ അവർക്ക് ഈ കപ്പൽ വേണം. അപ്പോൾ ആ കപ്പൽ മേടിക്കണമെങ്കിൽ ഞങ്ങളുടെ ഓപ്ഷനെ മേടിക്കാൻ പറ്റുള്ളൂ. ബിക്കോസ് അടുത്ത 3 and 4 നമ്മുടെ കയ്യിലല്ലേ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോ $1 million പ്രോഫിറ്റിന് ഈ കടലാസ് കഷ്ണങ്ങൾ അവർക്ക് വിറ്റു.
അപ്പം എൻ്റെ ഒറിജിനൽ ഓണേഴ്സിന് രുചി പറ്റി. അപ്പോൾ ഞങ്ങൾ 5-6 കപ്പലിൻ്റെ ഓപ്ഷൻ എടുത്തു. അത് ഓരോ $1 million വിറ്റു. അവിടുന്ന് പെട്ടെന്ന് 12 കപ്പലിൻ്റെ ഓർഡറായി. അപ്പോൾ ദാറ്റ് എസ്റ്റാബ്ലിഷ് മീ ആസ് എ ഷിപ്പ് ഡിസൈനർ. എങ്ങനെയാണ് ഈ ഇൻ്റർനാഷണൽ തലത്തിലൊരു ഷിപ്പ് അതിൻ്റെ ഇടനിലക്കാരനായിട്ട് മാറുന്ന അവസ്ഥയിലേക്ക് വരെ വന്നു? അതെങ്ങനെയാണ് താങ്കളെ കൊണ്ട് സാധിച്ചത്? ശരിക്കും ഹാർഡ് വർക്കാണ് അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ ഒരു കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടർ. അപ്പോൾ ഏത് ഫീൽഡിൽ ജോലി ചെയ്യുന്നോ അതിൽ ദ ബെസ്റ്റ് ആവുക എന്നുള്ള ഒരു സ്പിരിറ്റ്. അപ്പോൾ ഹാൻഡിസൈസ് ബൾക്ക് കാരിയർ എടുത്തു കഴിഞ്ഞാൽ വേറൊരാൾക്കും ചോദ്യം ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള അറിവ് നമുക്കുണ്ട്. അപ്പോൾ ഒരാളെ കൺവിൻസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. എല്ലാ ചോദ്യങ്ങൾക്കും മറുപടിയുണ്ട്. അപ്പോൾ ഞാൻ കുട്ടികളോടും പറയുന്നത് ഇത് തന്നെയാണ്. ഒരു സംഗതി നമ്മൾ പഠിച്ചാൽ ഇനി പഠിക്കാനില്ലാത്ത രീതിയിൽ പഠിക്കണം. അല്ലാതെ 90% 80% പഠിച്ചിട്ട് കാര്യമില്ല. 110% പഠിച്ചിരിക്കണം. ആൻഡ് വി ഹാവ് ടു കീപ്പ് അവർ സെൽസ് അപ്ഡേറ്റഡ്. അപ്പോൾ നോളജാണ് ഒരു വലിയ ഒരു പവർ. പിന്നെ ഉള്ളത് ഒരു ഗോഡ് ഗിവൺ ബ്ലെസ്സിങ് ടു കൺവിൻസ് പീപ്പിൾ ടു സെൽ, ടു മാർക്കറ്റ് without upsetting that person. You have to be accepted, no? Some people are good, but then they cannot continue a conversation. Honesty, integrity, loyalty, commitment, reliability. He's a reliable person. Angane many things have contributed to this point where you said how you could be. So it was and technical knowledge. So people respect you for technical knowledge. അതുപോലെ തന്നെ fairness, that is very important. Professionalism. So the seller and the buyer recognize you and respect you. So that credibility that I could create in clients and shipyards. ഇപ്പോൾ കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ഒരു തകർച്ചയിൽ നിൽക്കുന്ന സമയത്ത് താങ്കളാണ് 6 കപ്പലുകളുടെ ഓർഡറൊക്കെ നൽകി അതിനെ പുനരുജ്ജീവിപ്പിച്ചെന്ന് പറയാറുണ്ട്. ആ ഒരു കഥ അതെങ്ങനെയാണ് ഉണ്ടായത്? ആ ഒരു നിമിത്തമായത് എങ്ങനെയാണ്? ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഫാദറിൽ നിന്ന് പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. കുറേ പീപ്പിൾ സ്കിൽ, പീപ്പിൾ മാനേജ്മെൻറ്റ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽ. ആ ഒരു സെയിം യാർഡ് സ്റ്റിക്കാണ് ഞാൻ ഒരാളുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ. ഹൗ മച്ച് കമ്മിറ്റ്മെൻറ്റ്. സി the person who presented the shipyard to me was Madhu Nair. So today you know who Madhu Nair is. But at that point of time, I knew he was sincere, he was committed, he was patriotic, he was 100% professional, and he knew exactly what are the problems of the shipyard. ഞാൻ കണ്ടുപിടിച്ചതല്ല, മധു നായർ കണ്ടുപിടിച്ച് എന്നോട് പറഞ്ഞതാണ്. ഞങ്ങൾക്ക് ഓർഡർ ഇല്ല, ഞങ്ങൾക്ക് ഡിസൈൻ ഇല്ല, ഞങ്ങൾക്ക് മെറ്റീരിയൽ ഇല്ല, ഞങ്ങൾക്ക് മാനേജ്മെൻറ്റ് ഇല്ല, പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് ഇല്ല. ഇതെല്ലാം ഞങ്ങളുടെ വീക്ക്നെസ്സാണ്. ഈ വീക്ക്നെസ് നിങ്ങൾക്ക് തീർക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ജപ്പാൻകാരുടെ ഒപ്പം ഞാനും കപ്പൽ ഡെലിവറി ചെയ്യാം. പക്ഷേ അതിൽ അങ്ങേര് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തത് എനിക്ക് ഇതെല്ലാം കൊടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. മനസ്സിലായോ? കൊടുക്കാം. ആഫ്റ്റർ ഓൾ ഒരു മലയാളിയല്ലേ അവിടെ നിന്ന് സംസാരിക്കുന്നത്. അപ്പോൾ ഇത്രയല്ലേ ഉണ്ടാവുള്ളൂ എന്നൊക്കെ അവരുടെ മനസ്സിൽ. എന്നാലും അപ്പോൾ പുള്ളിക്ക് അറിയായിരുന്നു എൻ്റെ ബാക്ക്ഗ്രൗണ്ട്, ജപ്പാനിലുള്ള ബാക്ക്ഗ്രൗണ്ട് ഇവർക്കെല്ലാം അറിയാം. ബിക്കോസ് ഇവർ ഞങ്ങളുടെ ഷിപ്പ്യാർഡിലാണ് ട്രെയിൻ ചെയ്തിരുന്നത്, എല്ലാം ചെയ്തു. അന്ന് എൻ്റെ പൊസിഷൻ എന്താണെന്നുള്ളത് അറിയാം, GTR ക്യാമ്പിൻ്റെ പൊസിഷൻ എന്താണെന്ന് അറിയാം. അപ്പോൾ ദർ വാസ് ഒരു കൺവിൻസിങ് ആയിരുന്നു ആ മീറ്റിംഗ് ഞങ്ങളുടെ. അപ്പോൾ എൻ്റെ വൈഫും എൻ്റെ മകനും മാത്രമേ എൻ്റെ കൂടെ വന്നുള്ളൂ. എൻ്റെ ജോലിക്കാരും വന്നില്ല. ബിക്കോസ് നോബഡി ബിലീവ്ഡ്. ഈവൻ മൈ ഗുരു സെഡ് നോ, യു ആർ മേക്കിംഗ് എ മിസ്റ്റേക്ക്, ദാറ്റ് ഇറ്റ് വിൽ ബി സക്സസ്ഫുൾ. പക്ഷേ നിമിത്തമാണ്, അതൊരു കറക്റ്റ് ടൈമിംഗ് ആണ്. എല്ലാം കൊണ്ടും അത് ഒത്തു വന്നു, അത് ചെയ്യാൻ പറ്റി. അപ്പോൾ അതിൽ ഏറ്റവും വലിയ ഇത്, ഒരാളും ഇന്ത്യയിൽ ഓർഡർ ചെയ്യില്ല കപ്പൽ ആ സമയത്ത്, അതും 6 കപ്പലൊക്കെ ഒരുമിച്ച്. അപ്പോൾ ഞാൻ ഈ ഡേനിഷ് ഓണർ ക്ലിപ്പർ, അതിന് ഓണറും ബഹാമാസിലാണ് താമസിക്കുന്നത്. അപ്പോൾ അയാൾ എന്നെ എപ്പോഴും കളിയാക്കുമായിരുന്നു.
എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ എന്നാണ് ഇന്ത്യയിൽ എനിക്കൊരു കപ്പലുണ്ടാക്കാൻ പോകണമെന്നുള്ളത്. പുള്ളിക്കറിയാം, നന്നായിട്ടറിയാം ഇന്ത്യയിൽ കപ്പലുണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളത്. അപ്പോൾ ചൈനയിലൊക്കെ ഇഷ്ടംപോലെ ബാങ്ക്രപ്റ്റ് ഷിപ്പ്യാർഡ് വരെ ഓർഡർ കൊടുത്തിട്ടുള്ളതാണ്. അങ്ങനെ വന്നപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇൻഫർമേഷൻ എനിക്ക് വന്നു, സംഭവം വളരെ ടഫാണ്. ഇപ്പോൾ ഓർഡർ ഇല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ നിവൃത്തിയില്ല, ഒരു കപ്പലിൻ്റെ ഓർഡറെങ്കിലും തരണം എന്ന് പറഞ്ഞിട്ട്. അന്ന് എനിക്കിതിൽ ഇഷ്ടം പോലെ ഓർഡർ ഉണ്ട്. അപ്പം ഞാൻ പുള്ളിയെ പോയി കണ്ടു. അതായത് ഈ കൊച്ചിയിൽ പണിത കപ്പൽ 30 കപ്പൽ അയാൾക്ക് വേണ്ടി പണിതതിന് ശേഷമേ എനിക്ക് ആ കപ്പൽ വേറെ ആർക്കെങ്കിലും വിൽക്കാൻ പറ്റുള്ളൂ. ആദ്യത്തെ 30 കപ്പൽ അയാൾ ബുക്ക് ചെയ്തിരിക്കുകയാണ്. അതിൽ 4 കപ്പലേ ഞാൻ പണിതിട്ട് ഇനി 26 കപ്പലും കൂടി എനിക്ക് പണിയാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് 8 കപ്പൽ ഓഫർ ചെയ്തത്. അവസാനം അത് 6 കപ്പലിൽ കുറവായിട്ട് ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ ഓണറെ പോയി കണ്ടു. ഞങ്ങൾ ഒരു സ്ഥലത്ത് ഞങ്ങളുടെ ഓഫീസ് ആളുടെ അടുത്താണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ നമുക്ക് ഒരു ലഞ്ചിന് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു, എന്താ കാര്യം എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോഴെന്നെ കളിയാക്കൂല്ലേ ഇന്ത്യയിൽ കപ്പൽ പണിയണതിനെ കുറിച്ചിട്ട്. ഇപ്പോൾ ഒരു ചാൻസ് വന്നിട്ടുണ്ട്, പറ്റുമെങ്കിൽ ഓർഡർ വേണമെങ്കിൽ ഓർഡർ ചെയ്യണമെങ്കിൽ ഓർഡർ ചെയ്യാമെന്ന്. അപ്പോൾ അങ്ങനെ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, നീ അവർക്കൊരു ഓഫർ കൊടുത്തിട്ട് എനിക്കൊരു കോപ്പി തരാൻ പറഞ്ഞു. കപ്പലിൻ്റെ വിലയോ വേറെ ഒരു സംഗതിയും പറഞ്ഞില്ല, നീ ഒരു ഓഫർ കൊടുത്തിട്ട് എനിക്കൊരു കോപ്പി തരാൻ പറഞ്ഞു. അതൊരു ഡിസ്കഷൻ ഫിനിഷ്. 6 കപ്പലിൻ്റെ ഓർഡർ കഴിഞ്ഞു. ഹൗ ഷോർട്ട് ടൈം ഐ ടുക്ക് ടു സെൽ 6 കപ്പൽ. അപ്പോൾ അയാൾ ചോദിച്ചു, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഇന്ത്യ പണിതിട്ടുള്ള ഒരു കപ്പലും സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിലില്ല. എനിക്ക് എങ്ങനെ അറിയാം കൊച്ചിയിലുണ്ടാക്കുന്ന കപ്പലിന് എന്ത് ഡിമാൻഡായിരിക്കും എനിക്കത് വിൽക്കണമെങ്കിൽ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, യു കോട്ട് മീ ദെയർ. ഐ കനോട്ട് ആൻസർ ദാറ്റ് ക്വസ്റ്റ്യൻ ബിക്കോസ് ഇന്ത്യയിൽ പണിത കപ്പൽ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിലില്ല. ടൈം വിൽ ടെൽ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അത് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ കൊച്ചിൻ ഷിപ്പ്യാർഡിന് ഒരു 24 മണിക്കൂർ വാലിഡ് ആയിട്ടുള്ള ഒരു ഓഫർ കൊടുത്തു. അതൊരു ലെറ്റർ ഓഫ് ഇൻറ്റൻറ്റിൻ്റെ സ്റ്റൈലിലാണ് കൊടുത്തത്. ഈ 24 മണിക്കൂർ വാലിഡിറ്റി കഴിഞ്ഞാൽ ഈ ഓഫർ തീർന്നു. അവർ മറുപടി വന്നു, വി ആർ റെഡി ടു സൈൻ വെൻ വി ക്യാൻ മീറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഈ മറുപടിയും കൊണ്ട് അന്നാണ് ഞങ്ങൾ ലഞ്ച് കഴിച്ചത്. അന്ന് തലേ ദിവസം ലഞ്ച് കഴിക്കാൻ പറ്റില്ല. ലഞ്ചിന് വിളിച്ച് ഞാൻ ചെന്നു. എന്നിട്ട് ഈ ഷിപ്പ്യാർഡിൻ്റെ മറുപടി കൊടുത്തു. They have accepted our offer. What do you want me to do? So he said, I told that I have booked my ticket. Who's going with me? ആരാണ് എൻ്റെ കൂടെ പോകുന്നത്? ഇത് ക്രിസ്മസിൻ്റെ ടൈമായിരുന്നു, ഡിസംബർ 11. പുള്ളി പറഞ്ഞു, ആരും ഇപ്പം കിട്ടില്ല, നീ തന്നെ പോയി കച്ചവടം ചെയ്താൽ മതി എന്ന് പറഞ്ഞു. സോ ഐ പാക്ഡ് മൈ ബാഗ്സ് ആൻഡ് ഐ ലെഫ്റ്റ്. ഐ കെയിം ഹിയർ ഓൺ ഡിസംബർ 10th, 11th സൈൻ ചെയ്ത് ഇത് എഗ്രി ചെയ്ത് സൈൻ ചെയ്ത് ചെയ്യുന്നത്. അല്ല അതെ അല്ല അത് കഴിഞ്ഞിട്ടാണ്. ബിക്കോസ് അത് കഴിഞ്ഞ് എൻ്റെ വൈഫും മകനും വന്ന് ഈ യാർഡ് വിസിറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സൈൻ ചെയ്യുന്നത്. എനിവേ, കട്ട് ദ സ്റ്റോറി ഷോർട്ട്, ദാറ്റ് വാസ് ദ ടൈം ഇറ്റ് വാസ് ടേക്കൺ ടു ഓർഡർ ദീസ് ഷിപ്സ്. അപ്പോൾ ഷിപ്പ് യാർഡിന് പറഞ്ഞു, ഇന്ന പ്രോബ്ലംസ് ഉണ്ടെന്ന് പറഞ്ഞു. ദൈവാനുഗ്രഹം കൊണ്ട് അതെല്ലാം എനിക്ക് ചെയ്യാൻ പറ്റി. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കപ്പൽ ഞാൻ ഓൾറെഡി ചൈനയിൽ പണിതിട്ടുള്ളത് കാരണം കൊണ്ട് എനിക്ക് അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഡ്രോയിങ്സും അപ്രൂവൽസും എല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു. സെയിം ഫ്ലാഗ്, സെയിം ക്ലാസിഫിക്കേഷൻ, സെയിം ഓണർ, സെയിം സൂപ്പർവൈസർ. അതുകൊണ്ട് ദർ വാസ് നോ ചേഞ്ചസ്. ആൻഡ് ദർ വാസ് എ കൊറിയൻ കമ്പനി ദേവു ഹു എഗ്രി ടു സപ്ലൈ ഓൾ ദ മെറ്റീരിയൽ. പിന്നെ എൻ്റെ ഏറ്റവും ബെസ്റ്റ് ടീമിനെ ഞാനിവിടെ ഇട്ടു, സൂപ്പർവൈസ് ചെയ്യാനും മാനേജ് ചെയ്യാനുമായിട്ടൊക്കെ. ആൻഡ് വി ഹാഡ് ട്രെമെൻഡസ് എമൗണ്ട് ഓഫ് കോപ്പറേഷൻ ആൻഡ് സപ്പോർട്ട് ആൻഡ് എവറിത്തിങ്. ആ പറഞ്ഞ സമയത്ത് കപ്പൽ വെള്ളത്തിലിറക്കി. ആദ്യത്തെ കപ്പലാണ് വെള്ളത്തിലിറക്കുന്നത്. 3.5 കൊല്ലം കൊണ്ട് 6 കപ്പൽ പണിയണമെന്നാണ് ഞാൻ പറഞ്ഞത്. അത് അവർ 3 കൊല്ലം 2 മാസം കൊണ്ട് പണിതു. 120 ദിവസം ഏർലി ആയിട്ട് ഡെലിവറി ചെയ്തു. അപ്പോഴും ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം, $10,000 വാടക കിട്ടുന്ന കപ്പൽ ഒരു ദിവസം $40,000 വാടകയായി. അപ്പോൾ 120 ദിവസം ഇവർ നേരത്തെ ഡെലിവറി ചെയ്തപ്പോൾ $5 മില്യൺ നമുക്ക് വിൻഫോൾ പ്രോഫിറ്റാണ്. മനസ്സിലായോ? അപ്പോൾ ഞാൻ ഷിപ്പ് ഓണറിനോട് പറഞ്ഞു, ഇവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണം. നമ്മളിത് നേരത്തെ നീ കപ്പൽ പലയിടത്തും ഇറക്കിയിട്ടുണ്ടല്ലോ, പക്ഷേ അന്നൊന്നും നീ ഇത് പറഞ്ഞിട്ടില്ല. ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാൻ വരുമ്പോൾ കാണുമ്പോൾ നമ്മൾ സംസാരിക്കാം. ഇവിടെ നടന്ന ഒരു മിറക്കിളാണ് ഇതൊരിക്കലും. അത് മാത്രമല്ല, ഇവരുടെ എൻകറേജ് ചെയ്യണം, ഇവരെ മനസ്സ് മാറ്റാൻ പാടില്ല. അങ്ങനെ $6 ലക്ഷം ഞാൻ ബോണസ് കൊടുത്തു ഇവിടെ ജോലിക്കാർക്ക്. അതെ, അതായത് ജോലി ചെയ്താൽ പൈസ കിട്ടും എന്നുള്ള ഒരു ഇതായിരുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ രസം, ഞങ്ങൾ പണിത 4 കപ്പൽ
ചൈനയിൽ പണിത കപ്പലും ഇവിടെ പണിത 6 കപ്പലും ഡിമാൻഡ് വന്നു വാങ്ങിക്കാനായിട്ട് ആൾക്കാർ. ചൈനയിൽ പണിത കപ്പലിൻ്റെ വില $52 മില്യൺ ഒരു കപ്പലിന്. 16 മില്യന് വാങ്ങിച്ച കപ്പലാണത്. ഇവിടെ 17 മില്യന് വാങ്ങിച്ച കപ്പലിന് 54 മില്യൺ അല്ല $56 മില്യൺ ഓഫർ വന്നു. $5 മില്യൺ കൂടുതൽ ഓരോ കപ്പലിലും. അന്ന് ഞാൻ ഷിപ്പ് ഓണറോട് ചോദിച്ചു, നിങ്ങളുടെ ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടിയോ എന്ന് ചോദിച്ചു. കിട്ടിയെന്ന് പറഞ്ഞു. ഇന്ന് മാർക്കറ്റിൽ ഏറ്റവും പേരുള്ള ഒരു സെക്കൻഡ് ഹാൻഡ് ഷിപ്പാണ് ഈ ട്രേഡർ ടൈപ്പ് ഷിപ്സ് എന്ന് പറഞ്ഞാൽ. ഞങ്ങൾ 45 കപ്പലുണ്ടാക്കി. അത് വളരെ പോപ്പുലറാണ് ആ ഡിസൈൻ. അതിൻ്റെ 3rd സീരീസ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ സ്മാർട്ട്സ് എഞ്ചിനീയറിംഗ് ആൻഡ് ഡിസൈൻ സൊല്യൂഷൻസിലേക്ക് പിന്നീടാണോ വരുന്നത്? അതെ, അതായത് ഞാൻ എല്ലാവരും വളരെ ഹാപ്പിയായി. കപ്പൽ നേരത്തെ കൊടുത്തു, കപ്പൽ ഡെലിവറി ചെയ്തു. സോ ദ യൂഫോറിയ വാസ് വെരി ഹൈ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ യൂഫോറിയ എല്ലാം ഞാൻ പ്ലെയിൻ കയറുന്നതോടുകൂടി തീരും. അതൊരു വലിയ ഷോക്കായിപ്പോയി അവർക്ക്. അതാണ് ചോദിച്ചു, ഇത് നിങ്ങൾ എന്ത് ചെയ്താലും കപ്പൽ ഡിസൈൻ ചെയ്യാനുള്ള കപ്പാസിറ്റി നിങ്ങൾക്കില്ല. നിങ്ങളൊരു കപ്പൽ വിൽക്കണമെങ്കിൽ ആരോടെങ്കിലും പോയി വാങ്ങിക്കണം ഒരു ഡിസൈൻ. ആ ഡിസൈൻ ശരിക്കും പറഞ്ഞാൽ സെക്കൻഡ് റേറ്റ് ഡിസൈൻ ആയിരിക്കും. അവരുടെ ബെസ്റ്റ് ഡിസൈൻ നിങ്ങൾക്ക് തരില്ല, ഇല്ലേ? അത് വാങ്ങിക്കാൻ ആരാ ഉള്ളത്? അപ്പോൾ നിങ്ങൾ ഡിസൈൻ കേപ്പബിലിറ്റി ഡെവലപ്പ് ചെയ്യുക. ഇതാണ് എനിക്ക് തരാനുള്ളൊരു അഡ്വൈസ്. മൈ മിഷൻ ഈസ് ഓവർ. ദാറ്റ് കേരള ദാറ്റ് കനോട്ട് ക്യാൻ. കൊച്ചിൻ ഷിപ്പ്യാർഡ് ദാറ്റ് കനോട്ട് ക്യാൻ. സോ ദിസ് ഇസ് മൈ കോൺട്രിബ്യൂഷൻ. someone of you start a design company. അങ്ങനെ പറഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ബ്രദർ ഉണ്ടായിരുന്നു. അപ്പോൾ he said you must do it. So I told him, ചേട്ടാ, don't tell me that. I did this from the pressure you gave me to do something for the state and country and everything. Now I have got a huge business to run. I have 65 കപ്പലും കൂടെ അതുകൊണ്ടിരിക്കുകയാണ്. So I cannot do it. No, only you can do it. So I fought with him and got on the plane. And in the plane I started thinking. Then I told my wife, let's start a design company. $3 മില്യൺ ഇൻവെസ്റ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നീ ഒന്നും ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നടന്നില്ലെങ്കിൽ നടന്നില്ല, ലെറ്റ് us forget it. അങ്ങനെയാണ് ഈ ഡിസൈൻ കമ്പനി തിരിച്ച് ന്യൂയോർക്കിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ തിരിച്ച് ചേട്ടനെ വിളിച്ച് പറഞ്ഞു, ചേട്ടാ ഞാൻ തിരിച്ചു വരികയാണ്, ഐ വിൽ സ്റ്റാർട്ട് ദ ഡിസൈൻ. ഇത് കമ്പനി സ്റ്റാർട്ട് ചെയ്ത് എവിടെയായിരുന്നു? ബഹാമാസിലാണോ അതോ കൊച്ചിയിലാണോ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്? എൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് അവിടെ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ വർക്കിംഗ് ഓഫീസ് ഇവിടെ സെസ്സിൻ്റെ ഉള്ളിൽ ഒരു ഓഫീസ് തുടങ്ങി, ബ്രാഞ്ച് ഓഫീസായിട്ട്. 5 കൊല്ലം സെസ്സിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പുറത്തേക്ക് വന്നത്. അത് 2007, 18 ഇയേഴ്സായി. ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊരു 10 ഡിസൈൻ വർക്ക് ചെയ്യുന്നുണ്ട്. മനസ്സിലായി? LPG ഗ്യാസ് ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള കപ്പൽ, ഹെവി ലിഫ്റ്റ്, വലിയ ഹെവി കാർഗോ ചെയ്യാനുള്ള കണ്ടെയ്നർ ഷിപ്പ്, പിന്നെ പാസഞ്ചർ ഷിപ്പ്, പിന്നെ ഫാസ്റ്റ് പെട്രോൾ വെസൽ, അങ്ങനെ പല കപ്പലുകളും നമ്മൾ ഇപ്പോൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് നമ്മൾ ഈ കപ്പൽ ഡിസൈനിങ് രംഗത്തുള്ളൊരു സാധ്യതകൾ എത്രത്തോളം ഉണ്ട്? എന്താണ് നമ്മൾ സംസ്ഥാന സർക്കാരായാലും കേന്ദ്ര സർക്കാരായാലും അത് ആ ഒരു മേഖലയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യേണ്ടത്? ഇന്ത്യയുടെ പുതിയ പ്ലാൻസ് അറിയാമല്ലോ. 2047 ടോപ്പ് 5 ഷിപ്പ് ബിൽഡിംഗ് നേഷൻ വരിക എന്ന് പറയുന്നത് ഹ്യൂജ് കപ്പാസിറ്റി ഇൻക്രീസാണ്. അപ്പോൾ ദ ഓപ്പർച്യൂണിറ്റി എഹെഡ് ഓഫ് അസ് ഈസ് ഹ്യൂജ്. ബട്ട് ദാറ്റ് ഓപ്പർച്യൂണിറ്റി നമ്മളത് യൂട്ടിലൈസ് ചെയ്ത് ഡെവലപ്പ് ചെയ്താൽ മാത്രമേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അതിനുവേണ്ടി ഞാൻ ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട്. ഗവൺമെൻറ്റിൻ്റെ ഇന്ത്യ ഷിപ്പ് ടെക്നോളജി സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് വിശാഖപട്ടണത്ത് പുതിയതായിട്ട് ഒരെണ്ണം തുടങ്ങിയതിൻ്റെ ഗവേണിംഗ് കൗൺസിലിലും ആക്ഷൻ കമ്മിറ്റിയിലും ഞാൻ മെമ്പറാണ്. അപ്പോൾ വി ഹാവ് റെഗുലർ കോൺട്രിബ്യൂഷൻ. ഇന്ത്യയിൽ വരുന്ന ഷിപ്പ് യാർഡ്സിനും ഷിപ്പ് ബിൽഡിങ്ങിനും വേണ്ട ടെക്നോളജി ഡെവലപ്പ് ചെയ്യാന്നുള്ള ഒരു ഉത്തരവാദിത്വം കൂടി നമുക്കുണ്ട്. ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയുടെ കൂടിയാണ് നമ്മളത് ചെയ്യുന്നത്. ഗവൺമെൻറ് 300 കോടി രൂപ അലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ അതിൻ്റെ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ഷിപ്പ് ഡിസൈൻ എടുക്കുക. ഷിപ്പ് ഡിസൈൻ എടുത്താൽ നമുക്ക് ഡ്രാഫ്റ്റ് ചെയ്യണ ഡ്രാഫ്റ്റ്സ്മെൻ വരെ വേണം, അതായത് ITI എന്ന് വരുന്നവർ. അപ്പോൾ ഷിപ്പ് ബിൽഡിംഗ്, ഷിപ്പ് ഡിസൈനിന് certain ഒരു സോഫ്റ്റ്വെയർസ് ഉണ്ട്. ആ സോഫ്റ്റ്വെയർസിൽ ഉള്ള പരിചയം വേണം. അവീവ, കാഡ്മാറ്റിക്, ഷിപ്പ് കൺസ്ട്രക്ടർ, അങ്ങനെ പല സോഫ്റ്റ്വെയർസ് ഉണ്ട്. അതിൽ പരിചയം വേണം. പിന്നെ ഓട്ടോ ക്യാഡ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിൽ വേണം.
അപ്പോൾ ഡ്രാഫ്റ്റ്സ്മാൻ ലെവൽ. അത് കഴിഞ്ഞ് ഡിസൈൻ എഞ്ചിനീയർ എന്ന് പറയുമ്പോൾ നേവൽ ആർക്കിടെക്റ്റ്, മറീൻ എഞ്ചിനീയർ, മെക്കാനിക്കൽ എഞ്ചിനീയർ, ഇലക്ട്രിക്കൽ എഞ്ചിനീയർ, സ്ട്രക്ചറൽ എഞ്ചിനീയർ, അങ്ങനെ കുറേ എഞ്ചിനീയറിങ്ങിൽ ഉള്ള നോളജ് വന്നു കഴിഞ്ഞാൽ അവരാണ് ഷിപ്പ് ഡിസൈനിലേക്ക് വരുന്നത്. അവരൊരു 3-4 കൊല്ലം കഴിയുമ്പോൾ അവർക്ക് ഏതാണ്ട് ഒരു മാനേജർ ലെവലിലേക്ക് എത്തി ഉത്തരവാദിത്വം എടുത്ത് ചെയ്യാം. അത് കഴിഞ്ഞാൽ അതിന് സീനിയറായിട്ടുള്ള ആൾക്കാർ വരും. എത്രത്തോളം ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കും വരുന്നത്? ഏകദേശം ഒരു കൗണ്ട് പറയാൻ പറ്റുമോ ഈ അടുത്ത വരുന്ന വർഷങ്ങളിൽ നോക്കുകയാണെങ്കിൽ? ഒരു പെർ ഇയർ ഷിപ്പ് ഡിസൈൻ എലോൺ ഒരു 1000 പേര് പെർ ഇയർ കൂട്ടാം, മിനിമം അത്ര ഉണ്ടാവും. ആൻഡ് ഇപ്പോൾ ഇന്ത്യ പ്ലാൻ ചെയ്യുന്ന അനുസരിച്ച് ഇന്ത്യയിലെ ഡിസൈൻ റിക്വയർമെൻറ്റ് വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഇൻക്രീസിങ് ഫെർദർ, ക്വൈറ്റ് എ ലോട്ട് ഇറ്റ് ഹാസ് ബി ഇൻക്രീസ്ഡ്. അപ്പോൾ ആ ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടുണ്ട്. ഞങ്ങൾ ഇന്ത്യൻ മെറീൻ ഡിസൈനേഴ്സ് അസോസിയേഷൻ എന്ന് പറഞ്ഞൊരു അസോസിയേഷൻ ഉണ്ട്. അതിൻ്റെ ഫൗണ്ടിങ് പ്രസിഡൻ്റാണ്, കറൻറ്റ് പ്രസിഡൻറ്റുമാണ് IMDA. അപ്പോൾ അവർ വഴിക്ക് ഞങ്ങൾ ഗവൺമെൻറ് റെപ്രസെൻറ്റേഷൻ കൊടുക്കുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ഇന്ത്യൻ ഷിപ്പ് ടെക്നോളജി സെൻറ്ററിലെ ഗവേണിംഗ് കൗൺസിലുള്ളത് കാരണം കൊണ്ട് ഒരുപാട് പോളിസി കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്, ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിസിബിലിറ്റി ഇല്ല ഈ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചും ഈ ജോബിനെ കുറിച്ചിട്ടുമൊക്കെ. അപ്പോൾ ആദ്യം തന്നെ വിസിബിലിറ്റി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ജപ്പാൻ, കൊറിയ അങ്ങനെയൊക്കെ നോക്കുമ്പോഴേക്ക് ഇന്ത്യയുടെ ഒരു അടിസ്ഥാന സൗകര്യങ്ങൾ എത്രത്തോളം ഇതുണ്ട്? നമ്മൾ അവരായിട്ടൊക്കെ കോമ്പീറ്റ് ചെയ്യാനായിട്ട് എപ്പോഴത്തേക്ക് ആ ഒരു സ്ഥലത്തുമല്ല ജപ്പാൻ. അതായത് നമ്മൾ 0.06% ഷിപ്പ് ബിൽഡിങ്ങേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്കറിയാമല്ലോ നമ്മുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത് <1% അല്ലേ. ഷിപ്പ് ബിൽഡിങ്ങിൽ ചൈനയിൽ നിന്ന് നമുക്ക് എന്താ പഠിക്കാനുള്ളത്? അവരെങ്ങനെയാണ് ആ ഒരു ഇത് കൊണ്ടുപോകുന്നത്? ഒരുപാട് കാലം അവിടെ ശരിക്കും പറഞ്ഞാൽ ഞാൻ 20 കൊല്ലം ചൈനയിലുണ്ടായിരുന്നു, ബിസിനസ് ചെയ്തിട്ടുണ്ട്. ഫ്രഷ് ഗ്രീൻ ഫീൽഡ് തൊട്ട് ബാങ്ക്രപ്റ്റ് ഷിപ്പ് യാർഡ് എല്ലാത്തിലും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. സ്ക്രാപ്പ് യാർഡ് ഈസ് എ സെക്കൻഡ് ബിഗ്ഗസ്റ്റ് ഷിപ്പ് യാർഡ്. സോ ഐ ഹാവ് എ വൈഡ് എക്സ്പീരിയൻസ് ഫ്രം 1993 to 2014. ചൈന നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല, ഒരു രാജ്യത്തിന് റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. അവിടെ 2-3 സംഗതികളാണ്. ഒന്ന്, ഇറ്റ് ഈസ് എ വൺ പാർട്ടി ഗവൺമെൻറ്. വാട്ട് ദേ സേ ഈസ് എ ലോ. നമുക്ക് പറ്റുമോ? ഇല്ല. സെക്കൻഡ് തിങ്, അവരുടെ എൻറ്റയർ പ്ലാനിങ് ഈസ് മിലിറ്ററി കൊമേഴ്ഷ്യൽ ഡെവലപ്മെൻറ്റ്സ് ആണ്. ഇപ്പോൾ ഇവിടെ നേവൽ ബേസിൽ നമുക്ക് കയറാനും കൂടി പറ്റില്ല. അവിടെ ഞാനൊരു കൊമേഴ്ഷ്യൽ ഡെവലപ്പർ ആണെങ്കിൽ നേവൽ ബേസ് വിൽ ഗിവ് മീ ഓൾ ദ ഫെസിലിറ്റീസ് ദേ ഹാവ് ടു ഫെസിലിറ്റേറ്റ് മൈ റിസർച്ച്, മൈ ഡെവലപ്മെൻറ്റ്. ഈ ചൈനയിൽ നമ്മളെപ്പോലുള്ള ആൾക്കാർ, ഇപ്പോൾ താങ്കളെയൊക്കെ പോലെയുള്ള ആൾക്കാർ അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? നമുക്ക് കിട്ടുന്നൊരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? എനിക്ക് ബിസിനസ് ചെയ്യാനായിട്ട് ഏറ്റവും സുഖമായ ലോകത്തിലുണ്ടായിരുന്ന സ്ഥലം എന്ന് പറയുന്നത് ചൈനയാണ്. യാതൊരു തരത്തിലുള്ള കറപ്ഷനോ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടോ എനിക്കുണ്ടായിട്ടില്ല. ആൻഡ് ദേ ലവ്ഡ് ആൻഡ് റെസ്പെക്റ്റഡ് യു ആസ് എൻ ഏഷ്യൻ. ദോ നമ്മൾ ചൈനീസ് അല്ലെങ്കിൽ നമ്മളൊരു ഏഷ്യൻ എന്നുള്ള നിലയിലാണ് അവർ ചെയ്തിരുന്നത്. സോ ദേ വർ വെരി പ്രൗഡ് ഫോർ ബീയിങ് എൻ ഏഷ്യൻ ആൻഡ് ദെർഫോർ ദേ സപ്പോർട്ടഡ് യു. ആ സപ്പോർട്ട് നമുക്ക് ഈവൻ ഇന്ത്യയിൽ കിട്ടില്ല ഒരു ഇന്ത്യനായിട്ട്. സോ എന്നെ സംബന്ധിച്ച് ഒരു പാരഡൈസ് ആയിരുന്നു അവിടെ ജോലി ചെയ്യാനും. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. അതായത് രാത്രി 10 മണിക്ക് ഷിപ്പ് യാർഡിൻ്റെ പ്രസിഡൻ്റുമായിട്ടിരുന്ന് സംസാരിക്കുന്നു, കാലത്ത് 6 മണി അയാൾ ജോലി തുടങ്ങി ഒരു ഡ്രൈ ഡോക്ക് ഉണ്ടാക്കാനായിട്ട്. അത്രയ്ക്കും സ്പീഡിലാണ് കാര്യങ്ങൾ. Can you imagine that? ഇപ്പോൾ നേരത്തെ പറഞ്ഞു ബഹാമസിലാണ് ഹെഡ് ക്വാർട്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞു. അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാനുണ്ടായ ഒരു കാരണം എന്തായിരുന്നു? അവിടെ ബഹാമസ് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ പർദീസയാണ്, പാരഡൈസ് ഓൺ എർത്ത്. ഇപ്പോൾ കേരളം ഗോഡ്സ് ഓൺ കൺട്രിയാണ്. എന്തുകൊണ്ടാണ് കേരളത്തിൽ താമസിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ആൻസർ ഇല്ലല്ലോ. ബിക്കോസ് ഇറ്റ്സ് സച്ച് എ ബ്യൂട്ടിഫുൾ ലവ്ലി കൺട്രി വിച്ച് ഇസ് ബിയോണ്ട് വേർഡ്സ്. ന്യൂയോർക്കിൽ നിന്ന് 2.5 മണിക്കൂർ ഫ്ലൈ ചെയ്താലോ മോൺട്രിയോളിൽ നിന്ന് 2.5 മണിക്കൂർ ഫ്ലൈ ചെയ്താലോ യു ആർ കമ്മിങ് ടു അനദർ വേൾഡ്. -42 degrees centigrade to +25 degrees centigrade. So it's a warm tropical climate. കേരളം മാതിരി തന്നെ ഭംഗിയുള്ള, ഞാൻ പറഞ്ഞില്ല കേരളത്തിൽ വളർന്ന എല്ലാ സംഗതികളും അവിടെയും വളരുന്നുണ്ട്. ബ്യൂട്ടിഫുൾ ഓഷ്യൻ, അറ്റ്ലാന്റിക് ഓഷ്യൻ, ബ്യൂട്ടിഫുൾ ബീച്ചസ്, ക്ലീൻ, ആൻഡ് ഇറ്റ്സ് എ ഡ്രീം പ്ലേസ്.
ഇപ്പോൾ നമ്മളിപ്പോൾ കൊച്ചിൻ ഷിപ്പ്യാർഡിനെ കുറിച്ച് പറയുമ്പോഴേ ഇവിടെ ഇപ്പോൾ സ്ഥലപരിമിതി ഉണ്ടെന്ന് പറയാറുണ്ട്, ലാൻഡ് ഇതാണെന്ന്. അപ്പോൾ വേറെ എവിടെയെങ്കിലും നമുക്ക് അതിനുള്ള സാധ്യതകൾ കാണുന്നുണ്ടോ, മലബാർ ഏരിയയിലോ അങ്ങനെയൊക്കെ? ഒരു മാൻ പവർ വേണ്ട ഒരു ഇൻഡസ്ട്രി കേരളത്തിന് യൂസ്ഫുൾ അല്ല. ബിക്കോസ് വേർ ആർ വി ഗെറ്റിംഗ് അവർ മാൻ പവർ? വി ആർ ഗെറ്റിംഗ് ഫ്രം ബീഹാർ ആൻഡ് ബംഗാൾ ആൻഡ് അതർ പ്ലേസസ്. ദ ഷിപ്പ് ബിൽഡിംഗ് ഈസ് എ ലേബർ ഓറിയൻറ്റഡ് ഇൻഡസ്ട്രി. അതായത് ഇപ്പോൾ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മളും ഒരു ടൂറിസം സ്റ്റേറ്റാണ്. നമ്മളും മാക്സിമം പ്രൊമോട്ട് ചെയ്യേണ്ടത് നമ്മുടെ ടൂറിസമാണ്. അതിന് പൊല്യൂട്ട് ചെയ്യുന്നൊരു ഇൻഡസ്ട്രി വരുന്നത് ഷിപ്പ് ബിൽഡിംഗ് എന്ന് പറയുന്നത് ഒരു പൊല്യൂട്ടിങ് ഹെവി ഇൻഡസ്ട്രിയാണ്. അതിന് സ്ഥാനമില്ല മനസ്സിലായി. അതേസമയം ചെറിയ ബോട്ട് യാർഡ്സ്, യോട്ട് യാർഡ്സ്, ഇപ്പോൾ $100 മില്യൺ യോട്ട് പണിയാനായിട്ട് അധികം സ്ഥലം വേണ്ട. അങ്ങനെ ഹൈലി സ്പെഷ്യലൈസ്ഡ് ഒരുപാട് സ്പെഷ്യലൈസ് ചെയ്ത വെസൽ ഉണ്ടാക്കുകയാണെങ്കിൽ കേരളത്തിൽ, അല്ലാതെ ബിഗ് ഷിപ്പ് ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്ഥലമില്ല. പിന്നെ നമ്മളുടെ തീരപ്രദേശം എല്ലാവരും പറയും 7500 കിലോമീറ്റർ തീരപ്രദേശങ്ങളുണ്ടെന്ന് പറയും. എന്തായാലും ഷിപ്പ് യാർഡിന് യൂസ്ഫുൾ ആയിട്ടുള്ള അധികം സ്ഥലമില്ല. നല്ല ഡെപ്ത് വേണം, പ്രൊട്ടക്റ്റഡ് ഫ്രം ദി എലമെൻറ്റ്സ് വേണം, ഒരുപാട് ആക്സസിബിലിറ്റി വേണം. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ വളരെ ഷിപ്പ് ബിൽഡിങ്ങിന്. പിന്നെ പൊന്നാനി ഭാഗത്ത് ഇപ്പോൾ ഒരു ഷിപ്പ് യാർഡ് വരുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞു, പൂവാറിനെ കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഈ ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റും എല്ലാവരും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോട് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഷിപ്പ് യാർഡ് തുടങ്ങണമെന്നുള്ളത്. അതേസമയം ഒറീസ, കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് അവർക്കൊക്കെ ധാരാളം സ്ഥലവും ഷോറും എല്ലാ സംഗതികളും ഉണ്ട്. 3000 ഏക്കർ സ്ഥലം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തരാനും പറ്റും. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും പറയുന്നത് നോളജ് ബേസ്ഡ് ഇൻഡസ്ട്രിയാണ് കേരളത്തിന് ഏറ്റവും നല്ലത്. അത് കഴിഞ്ഞാൽ പ്രിസിഷൻ എഞ്ചിനീയറിംഗ്, പ്രിസിഷൻ ഇൻഡസ്ട്രിയിലേക്ക് പോവുക. വി ഹാവ് ലോട്ട് ഓഫ് എഡ്യൂക്കേറ്റഡ് ബ്രെയിനി പീപ്പിൾ. വി ഹാവ് ടു ക്രിയേറ്റ് എ ജോബ്. അവർക്കാണ് ഒരു ജോബ് മാർക്കറ്റ് ഉണ്ടാക്കുന്നത്. അവരെങ്ങനെ എടുക്കാൻ പറ്റും, അവരെങ്ങനെ എംപ്ലോയ് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ആൾക്കാർ നമ്മുടെ നാട്ടിലേക്ക് ഇപ്പോൾ തിരിച്ചു വരും. ഇപ്പോൾ അമേരിക്കയിലെ ഗ്രീൻ കാർഡിൻ്റെ പ്രശ്നങ്ങളും H-1B വിസയുടെ പ്രശ്നങ്ങളും എല്ലാം വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ നാട്ടിൽ തന്നെ നിന്ന് ചെയ്യും. അതിനുള്ള ഒരു എൻവയറമെൻറ്റ്, അത് കണ്ട് അതിനുള്ളൊരു എൻവയറമെൻറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ചുമതല. അത് ആ എൻവയറമെൻറ്റ് ഉദ്ദേശിക്കുന്നത് അത് എന്തായിരിക്കണം, ഏതൊക്കെ മേഖലകളിലായിരിക്കണം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്? IT മേഖലയാണല്ലോ ഒരു വലിയൊരു മേഖല എന്ന് പറയുന്നത്. ഈ IT സർവീസസ് നമ്മൾ ഫിസിക്കലായിട്ട് അവിടെ പോയി ചെയ്യുന്നത് റിമോട്ടായിട്ട് ഇവിടെ ഇരുന്ന് ചെയ്യുന്ന രീതിയിലാക്കിയാൽ മതി. ഒരു വലിയൊരു സംഭവം. പിന്നെ പല രാജ്യങ്ങളിലും ആൾക്കാർക്ക് പ്രായമായി തുടങ്ങി, ഏജിങ് സൊസൈറ്റി ആയി തുടങ്ങി. അതിൻ്റെ റീപ്ലേസ് ഇപ്പോൾ ഡെൻമാർക്ക് ഈ അടുത്ത് ഹെൽത്ത് ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് സംസാരിച്ചു. ജർമ്മനി കേരളമായിട്ട് ഹെൽത്ത് ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് സംസാരിച്ചു. കേരള ക്യാൻ ബി ദ ഹോസ്പിറ്റൽ, ദ മെഡിക്കൽ ഫെസിലിറ്റി ഫോർ ദ വേൾഡ്. നമുക്കിവിടെ നഴ്സിംഗ് കെയർ വൺ ഓഫ് ദ ബെസ്റ്റ്, മെഡിക്കൽ കെയർ, ഡോക്ടേഴ്സ്, ഇതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ടാക്കി അതെങ്ങനെ സപ്പോർട്ട് ചെയ്യാന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇന്നിപ്പോൾ ഫ്ലൈയിങ് എന്ന് പറയുന്ന ഒരു വലിയൊരു സംഭവമല്ല. അപ്പോൾ പല സൈസ് ടൂറിസത്തിൽ മെഡിക്കൽ ടൂറിസം ഈസ് എ വെരി ബിഗ് തിങ്. പിന്നെ വി ആർ സോ ബ്ലെസ്ഡ്, നമ്മളൊരുപാട് ബ്ലെസ്ഡാണ്. കാര്യം ആയുർവേദം നമ്മുടെ നമ്മുടെ അവകാശമുള്ള സംഗതിയാണ്. നമ്മളെപ്പോലെ ആയുർവേദം ചെയ്യാൻ പറ്റുന്ന ആരാ ഉള്ളത്? ലോകം മുഴുവൻ ആയുർവേദം വിറ്റുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വി ആർ പ്രകൃതി ഭംഗി, കാലാവസ്ഥ എല്ലാം കൊണ്ടും വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്റ്റേറ്റാണ് കേരളം എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ ഒരു ജോബ് ക്രിയേഷൻ എന്ന് പറയുന്നത് ഒരു വലിയൊരു പ്രശ്നമല്ല, ഒരു ചലഞ്ചല്ല. നമുക്ക് വി ഹാവ് ലോട്ട് ഓഫ് എഡ്യൂക്കേറ്റഡ് യങ് പീപ്പിൾ. ഇപ്പോൾ കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ ഇനിയൊരു നെക്സ്റ്റ് ഗ്രോത്തിലേക്ക് പോകാനായിട്ട് എന്താണ് കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ മുന്നിലുള്ളൊരു മാർഗം എന്ന് പറയുന്നത്? സ്ഥലപരിമിതി, അതൊരു വലിയൊരു. പിന്നെ അതൊരു സിറ്റി ഷിപ്പ്യാർഡാണ്. ഒരു ഷിപ്പ്യാർഡ് ഇരിക്കേണ്ട സ്ഥലം എന്ന് പറയുന്നത് അധികം വിലയില്ലാത്തൊരു സ്ഥലത്താണ് ഇരിക്കേണ്ടത്. ബിക്കോസ് ഷിപ്പ് ബിൽഡിങ്ങിന് സിറ്റിയിൽ ഇരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ലൊക്കേഷൻ ഈസ് എ ചാലഞ്ച്. സോ എ ഫ്യൂച്ചർ ഷിപ്പ്യാർഡ് ഓഫ് കൊച്ചിൻ ഷിപ്പ്യാർഡ് കുഡ് ബി ഇൻ തൂത്തുക്കുടി ആസ് ദേ ആർ ടോക്കിംഗ് നൗ. അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ കേരളത്തിൽ വില കുറഞ്ഞ ഒരു സ്ഥലവും ഇല്ല. കേരളത്തിൻ്റെ എവിടെ പോയി കഴിഞ്ഞാലും ഒരു മിനിമം ഇത്ര വിലയുണ്ട്. അപ്പോൾ ഷിപ്പ് ബിൽഡിങ്ങിന് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു ലാൻഡ് പല രീതിയിലും പ്രത്യേകിച്ച് വില വെച്ച് നോക്കുമ്പോൾ വളരെയധികം റെയറാണ്. അവർക്ക് ഒരുപാട് ചലഞ്ചസ് ഉണ്ട്. അപ്പോൾ അവർക്ക്
ഇരുന്ന സ്ഥലത്ത് നിന്നിട്ട് അവർക്ക് അവരുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാമെന്നല്ലാതെ എക്സ്പാൻഡ് ചെയ്യാനായിട്ടുള്ള ഇല്ല. വളരെ നിഷ് കപ്പലുകൾ, ഹൈ ടെക്നോളജി ഷിപ്പുകൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കാം എന്ന് മാത്രമേ ഉള്ളൂ. സംസാരിച്ചിരുന്നാൽ നമുക്ക് എത്ര നേരം വേണമെങ്കിലും സംസാരിക്കാൻ പറ്റിയ അത്ര അനുഭവങ്ങളുള്ള ഒരാളാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ പരിമിതി മൂലം നമുക്ക് നിർത്തേണ്ടി വരികയാണ്. അപ്പോൾ വളരെ നന്ദി ഇത്രയും നേരം നമുക്കപ്പം ചെലവഴിച്ചത്. വളരെ താങ്ക് യു വെരി മച്ച്. വളരെയധികം എൻജോയ് ചെയ്തു. താങ്ക് യു.